നമസ്കാരം. സ്വന്തം നാട്ടിൽ ഇന്ന് കൊമ്പന്മാർക്ക് കളിയങ്കം. കേരള ബ്ലാസ്റ്റേഴ്സ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത മത്സരം വൈകിട്ട് 7-ന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. ആദ്യ മത്സരത്തിൽ ഇല്ലാതെ പോയ വീര്യം സ്വന്തം നാട്ടുകാരുടെ ആവേശം കൊണ്ട് തിരിച്ചുപിടിക്കാം എന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ്. കളി നിയന്ത്രിക്കാൻ മികച്ച സെന്റർ മിഡ്ഫീൽഡർമാരില്ലാത്തതായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ദൗർബല്യം. ശക്തരായ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയാണ് എതിരാളികൾ. ആരാധകരുടെ ആവേശത്തിനൊപ്പം ഉണർന്നു കളിക്കാനായാൽ പുതിയ തുടക്കം കുറിക്കാം ബ്ലാസ്റ്റേഴ്സിന്. എതിരാളികൾ ശക്തരായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കടുത്തൊരു മത്സരം തന്നെയാണ് കൊച്ചിയിൽ നിന്ന് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 തവണയാണ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. പക്ഷേ അനുകൂലമായ റിസൾട്ട് ആയിരുന്നില്ല, ആശ്വാസജനകമായ റിസൾട്ട് ആയിരുന്നില്ല കേരളത്തെ സംബന്ധിച്ച് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു സമനില, ഒപ്പം ബാക്കി 3 പരാജയങ്ങൾ. എന്തായാലും ഇതേ വേദിയിൽ കൊച്ചിയിൽ നടന്ന മത്സരത്തിലും കേരളത്തിന് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയ്ക്കെതിരെ ജയിക്കാനായിട്ടില്ല എന്നതും വളരെ നിരാശ പരത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച്. എന്തായാലും മഞ്ഞയിൽ മുങ്ങിയ കൊച്ചി, അത്തരത്തിൽ തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ആരാധകരുടെ സപ്പോർട്ടിന് ഒരു കാലഘട്ടത്തിലും ഒരു തരത്തിലുള്ള കുറവും ഉണ്ടായിട്ടില്ല കൊച്ചിയിൽ. അതുകൊണ്ട് തന്നെ ശക്തമായൊരു മത്സരം അവരുടെ പിന്തുണയോടുകൂടി ഹോം ഗ്രൗണ്ടിൽ ഉണ്ടാകും എന്ന നിലവിൽ പ്രതീക്ഷിക്കാം. വിജയപ്രതീക്ഷ പങ്കുവച്ച കേരള ബ്ലാസ്റ്റേഴ്സ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത പരിശീലകർ ആദ്യ മത്സരത്തിലെ ടീം ഘടനയിൽ മാറ്റം വരുത്തിയാകും കൊൽക്കത്തയ്ക്കെതിരെയുള്ള മത്സരത്തിന് ടീം ഇറങ്ങുക എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ സ്റ്റീവ് കോപ്പൽ. അതേസമയം ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം കാണികളുടെ പിന്തുണ ലഭിക്കുമെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കിയുള്ള ഗെയിം പ്ലാൻ ആയിരിക്കും തങ്ങൾ ഒരുക്കുക എന്ന് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത പരിശീലകൻ ഹോസ് ഫ്രാൻസിസ് മൊളീനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് തോറ്റത് ടീമിന്റെ ആത്മവിശ്വാസം ചോർത്തിയെന്നത് സത്യം. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിനിറങ്ങിയ ടീം ഘടനയിൽ മാറ്റം വരുത്തിയാകും ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയെ നേരിടാനിറങ്ങുക. പരിക്ക് മൂലം അന്റോണിയോ ജർമ്മൻ കളിക്കില്ല. താരങ്ങളുടെ പരിക്കും മധ്യനിരയുടെ ഒത്തിണക്കമില്ലായ്മയുമാണ് ബ്ലാസ്റ്റേഴ്സിനെ വലയ്ക്കുന്നത്. പക്ഷെ സ്വന്തം കാണികൾക്ക് മുന്നിൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ തോൽപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ സ്റ്റീവ് കോപ്പൽ. Fabulous. It will be a carnival atmosphere. The supporters will make sure of that. Their devotion to the team is unquestioned, and I'll be looking forward to hearing the noise and seeing the colour in the stadium on Wednesday. നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈയെ ആദ്യ മത്സരത്തിൽ സമനിലയിൽ തളച്ചാണ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എത്തുന്നത്. ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നതിന്റെ ആനുകൂല്യം ബ്ലാസ്റ്റേഴ്സിനുണ്ട്. കളിക്കളത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ദൗർബല്യങ്ങൾ മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഓൻസോ നാത്തോ പരിക്ക് മൂലം കളത്തിലിറങ്ങില്ല. ഇയാൻ ഹ്യൂമിനൊപ്പം മാർക്യൂ താരം പോസ്റ്റിഗയും ചേരുമ്പോൾ അത്ലറ്റിക്കോയുടെ മുന്നേറ്റനിര ഏറ്റവും അപകടകാരികളാവും. മുൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ പിയേഴ്സണും ബോറയുമെല്ലാം മധ്യനിരയിൽ അണിനിരക്കുന്നുണ്ടെങ്കിലും ടീമിന്റെ ആകെയുള്ള പ്രകടനത്തിലാണ് കോച്ച് ഹോസ് ഫ്രാൻസിസ്കോ മൊളീനയ്ക്ക് വിശ്വാസം. Every team we have our weakness, all the teams, and the opponent teams always try to look for that weakness, but the most important to us is our team. Our players can do his 100% tomorrow. ആദ്യ മത്സരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പൂർത്തിയായി. ബ്ലാസ്റ്റേഴ്സ് ഉടമകളായ സച്ചിനും ചിരഞ്ജീവിയും ഒപ്പം നിവിൻ പോളി, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ പ്രമുഖരും കളി കാണാനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. മത്സരത്തിന്റെ മറ്റ് സമഗ്രമായ വശങ്ങളെ കുറിച്ച് വിലയിരുത്താൻ വിദഗ്ധർ ന്യൂസ് റൂമിലും ഒപ്പം വിവിധ സ്റ്റുഡിയോകളിലുമായി നമുക്കൊപ്പം അതുപോലെ ബിനീഷ് നമുക്കൊപ്പം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ചേരുകയാണ്. ബിനീഷ്, ഒരർത്ഥത്തിൽ വ്യർത്ഥമാണ് ഈ മത്സരത്തിന് മുൻപുള്ള ചർച്ചകൾ എന്നുള്ളത്. റിസൾട്ട് പലതും അങ്ങനെയാണ് പലപ്പോഴും കാണിച്ചിട്ടുള്ളത്. പക്ഷേ ടീമിനെ സംബന്ധിച്ച് അതിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ, സാധ്യതകൾ ഒക്കെ വളരെ ഫലപ്രദവുമാണ്. അത് അറിയേണ്ടതുമാണ്. നിലവിൽ ഈ കഴിഞ്ഞ മത്സരത്തിൽ അജ്ഞാതരുടെ കേന്ദ്രത്തിൽ പോയി തോറ്റുപോയി എന്ന പരിഭവമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം പറഞ്ഞത്, പരിശീലകൻ പറഞ്ഞത്. ഇത്തവണ പിഴവുകൾ തിരുത്തിയാകും വരിക എന്നുള്ളതും. കൊച്ചിയെ സംബന്ധിച്ച് എന്നാൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എന്നത് നിസ്സാരമായ ടീമല്ല. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സീസണിലെ എന്ന് തന്നെയല്ല, ലീഗിലെ തന്നെ ഏറ്റവും മികച്ച ടീമാണ് അവർ. എങ്ങനെയാണ് സാധ്യതകൾ നിലവിൽ കൽപ്പിക്കുക? സ്റ്റീവ് കോപ്പലിനെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, കേരള ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം വളരെ നിർണായകമാണ്. കാരണം കേരളം അവരുടെ ഹോം ഗ്രൗണ്ടിൽ മത്സരിക്കുന്നത്. കേരളം ഹോം ഗ്രൗണ്ടിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ISLൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടുന്ന ഒരു ടീം. അത് അവരുടെ കളിയിൽ പ്രതിഫലിപ്പിക്കുന്നതിൽ ഒരു സംശയവുമില്ല. അതുതന്നെയാണ് ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മാച്ച് അത്രയും ക്രൂഷ്യലാണെന്ന് പറയാൻ കാരണം
കേരളത്തിൻ്റെ ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന് കളിക്കുന്ന പല പ്ലേയേഴ്സും ഈ സീസണിൽ ആദ്യമായിട്ട് വരുന്ന പ്ലേയേഴ്സാണ്. അവർക്ക് ഇതിനെപ്പറ്റി കേട്ടറിവുകൾ, ഈവൻ സ്റ്റീവ് കോപ്പൽ വരെ പല പ്രാവശ്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിനെപ്പറ്റി ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് കേരളത്തിൻ്റെ ഗ്രൗണ്ട് സപ്പോർട്ടിനെ പറ്റിയിട്ട്. ഈ ഒരു ഇൻസ്പിറേഷൻ അവരെത്രത്തോളം ഉൾക്കൊള്ളും, ഈ ഒരു പിന്തുണ ഇന്നത്തെ മത്സരത്തിൽ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യും, കേരള ബ്ലാസ്റ്റേഴ്സിനെ ബൂസ്റ്റ് ചെയ്യും, അതുപോലെ ഇരിക്കും ഇനി മുന്നോട്ടുള്ള യാത്ര കേരളത്തിൻ്റെ. ഈ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായി പറഞ്ഞാൽ, പ്രത്യേകിച്ച് രണ്ട് പരിശീലകർ ഒപ്പം കോപ്പലും മൊളിനയും, എങ്ങനെയായിരിക്കും ഇവരുടെ തന്ത്രങ്ങളെ നിലവിൽ കാണാനാവുക ഇന്ന്? അരുൺ നേരത്തെ സൂചിപ്പിച്ചതാണ് ഏറ്റവും ശരി. കാരണം ATK ഈ ISL ഏറ്റവും ലിസ്റ്റിൽ ഏറ്റവും സ്ട്രോങ് ടീമായിട്ട് തന്നെ കാണുന്നു. പിന്നെ അവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി, അവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ ടീമിൽ കളിക്കുന്ന എല്ലാവരും 2-3 ISL ആയി തുടർച്ചയായി കളിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവിടുത്തെ കണ്ടീഷൻ, നമ്മുടെ രാജ്യത്തിലെ ക്ലൈമറ്റിക് കണ്ടീഷനായാലും നമ്മുടെ ഫുട്ബോൾ ഓഡിയൻസിൻ്റെ കണ്ടീഷൻസ് ആയാലും ഫീൽഡ് കണ്ടീഷൻസും ആയിട്ട് ഇവർ വളരെയധികം ഒത്തിണങ്ങിയിരിക്കുന്നു. അത് വളരെ പ്ലസ് പോയിൻ്റാണ്. പക്ഷേ മറിച്ച് കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ പ്ലേയേഴ്സും പുതുതായിട്ടാണ് ഈ സീസണിൽ വന്നിരിക്കുന്നത്. മിക്ക പ്ലേയേഴ്സും പുതുതായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് 11-ൽ വരുമ്പോൾ തന്നെ ഒരു ഒത്തിണക്ക പ്രശ്നം നമ്മൾ ഫസ്റ്റ് മാച്ചിൽ തന്നെ കാണാൻ സാധിച്ചിരുന്നു. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അത് ഡിഫൻസിൽ നിന്ന് മിഡ്ഫീൽഡും അറ്റാക്കും തമ്മിലൊരു ലാക്ക് ഓഫ് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആദ്യം തൊട്ടേ കാണാനുണ്ടായിരുന്നു. ഇന്നത്തെ മത്സരം അതുകൊണ്ടാണ് ഈ ജനങ്ങളുടെ പിന്തുണ എങ്ങനെ ഏറ്റെടുക്കും അതാണ്. പിന്നെ ഈ ATKയുടെ നമ്മൾ സൂചിപ്പിച്ചതാണ്, എല്ലാം എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സാണ്. ISLലെ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് എന്ന് പറയാം. എക്സ്പീരിയൻസ് വൈസ് ഇപ്പോൾ മൈക്കിൾ ചോപ്രയുണ്ട്, 400ഓളം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാച്ച് കളിച്ചതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സ്റ്റാക്ക് നല്ല എക്സ്പീരിയൻസ് പ്ലെയറാണ്. ആ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ISL എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പം ATKക്കാണ് ഒരു മുൻതൂക്കം. നിലവിലെ ഒരു ചരിത്രം ആവർത്തിക്കും എന്ന് തന്നെ നിലവിൽ പറയാൻ സാധിക്കുമോ? കാരണം ഒരു പ്രവചനം അത്തരത്തിൽ സാധ്യമല്ല എങ്കിൽ പോലും, കാരണം ഈ കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് നിലവിലെ ടീം എത്രത്തോളം ശക്തമാണ് പൊതുവിൽ കേരളത്തിൻ്റെ? ഒന്നാമത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു ആദ്യത്തെ മത്സരത്തിനെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു ടീമിനെ വിലയിരുത്താൻ സാധിക്കില്ല. എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയത്, പലപ്പോഴും മാധ്യമങ്ങൾ വരെ വിലയിരുത്തിയത്, എന്തൊക്കെയോ ഒരു ചെറിയ ഒരു ഒത്തൊരുമ ഇല്ലായ്മ അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നല്ല ഒരു കീ മിഡ്ഫീൽഡർ, അതായത് ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു മിഡ്ഫീൽഡർ, കളി മെനയാൻ പറ്റിയ ഒരു മിഡ്ഫീൽഡറുടെ ഒരു അഭാവം ശരിക്കും കേരളത്തിനുണ്ട്. അത് സെൻട്രൽ സോണിൽ കളി കൺട്രോൾ ചെയ്യാൻ പറ്റിയ, തൻ്റെ കഴിവ് കൊണ്ട് മാത്രം ഒരു ടീമിനെ വിജയിപ്പിക്കാൻ പറ്റുന്ന മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, നമ്മൾ പലതും കണ്ടത്. അതുപോലത്തെ സ്ട്രൈക്കേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് കേരളത്തിന് ഇപ്പോഴും നമുക്ക് ഒരു കുറവായിട്ട് കാണാൻ സാധിക്കുന്നത് മിഡ്ഫീൽഡ് തന്നെയാണ്. ഈ കളിഗതിയെ നിയന്ത്രിക്കുന്ന നിർണായകമായ താരങ്ങൾ യഥാർത്ഥത്തിൽ ടീമിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല, അവരെ ടീമിൽ എടുക്കാൻ സാധിച്ചില്ല എന്നതിൻ്റെ ഒരു പരാതി പരോക്ഷമായി നേരത്തെ കോച്ച് പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ നിലവിൽ ടീമിനുണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച്? പ്രത്യേകിച്ച് ഹ്യൂം അടക്കമുള്ളവർ ടീമിലുണ്ടായിരുന്നു, ഇന്ന് അത്ലറ്റിക്കോ കൊൽക്കത്തയ്ക്ക് വേണ്ടി ഹ്യൂം കളിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചില താരങ്ങൾ അല്ല, അത് മാനേജർ പൊതുവെ എല്ലാവരും ഒരു മുൻകൂർ ജാമ്യം എടുക്കും ഉള്ളത് വാസ്തവമാണ്. ചില ആൾ വളരെ പോസിറ്റീവായിട്ട് പറയും, ആ പോസിറ്റീവ്നെസ് ആ ടീമിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി വളരെ പോസിറ്റീവായിട്ട് പറയും. അതേ സമയത്ത് തന്നെ ഇതുപോലുള്ള ചെറിയ ടിപ്സ് അവർ ഇറക്കുകയും ചെയ്യും. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ എന്നുള്ളൊരു ഇതാവാം. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ തുടക്കം ISL ഫസ്റ്റ് തൊട്ടേ ഈ പരാതി നമ്മൾ കേൾക്കുന്നതാണ്. പ്ലേയേഴ്സിനെ എത്തിക്കാൻ സാധിച്ചില്ല, അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല, ലാസ്റ്റ് സമയത്താണ് സ്പോൺസേഴ്സ് വന്നത്. ഇതൊക്കെ നമ്മൾ ആദ്യം തൊട്ടേ കേൾക്കുന്നതാണ്. ഇതിനൊരു എക്സ്ക്യൂസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് മനു കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. മനു, മഞ്ഞയിൽ മുങ്ങിയ മലയാളമുറ്റത്താണ് ഇന്ന് മത്സരം നടക്കുന്നത്. ഒരു തരത്തിലും ആരാധക പിന്തുണ കൊണ്ട് നിരാശപ്പെടുത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ കൊച്ചി എന്ന സ്റ്റേഡിയം. ഇതിൻ്റെ താരപ്പകിട്ട് മുഴുവൻ അവിടുത്തെ ആരാധകർക്ക് അവകാശപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ വലിയ പിന്തുണ തന്നെ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? തീർച്ചയായിട്ടും അരുൺ, വലിയ ആവേശത്തിലാണ് കൊച്ചി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം മഞ്ഞ കുപ്പായം അണിഞ്ഞ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി അണിഞ്ഞ് ഏകദേശം 60,000-ഓളം അടുത്ത കാണികൾ അല്പസമയത്തിനകം തന്നെ ഈ സ്റ്റേഡിയം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഗാലറിയിലേക്ക് കാണികളുടെ ഒഴുക്കാണ് എന്ന് തന്നെ ഈ നിമിഷത്തിൽ നമുക്ക് പറയേണ്ടി വരും. വലിയ തോതിൽ, അതായത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ ഫുട്ബോൾ നഴ്സറികളായ മലബാർ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം വാഹനങ്ങൾ വരെ ബുക്ക് ചെയ്താണ് ഇങ്ങോട്ട് ആരാധകർ, മഞ്ഞപ്പട എന്ന പേരിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ടാക്കി ആരാധകർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും കൊച്ചി വലിയ ആവേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന തന്നെ ആരാധകർ വിവിധ കൗണ്ടറുകളിലേക്ക്, സ്റ്റേഡിയത്തിൻ്റെ വിവിധ ഗേറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്നും നൽകാൻ കഴിയുന്ന. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മഞ്ഞയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് കൊച്ചി ബ്ലാസ്റ്റേഴ്സ്. അവരുടെ മുദ്രാവാക്യത്തിൽ പറയുന്നത് പോലെ തന്നെ മഞ്ഞയിൽ കളിച്ചാടൂ എന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സൂചിക്കാനുള്ളത് ആരോൺ ഹ്യൂസ് മടങ്ങി എന്നുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ മാർക്കി താരം, പ്രതിരോധ നിരയിലെ കരുത്തനായ ആരോൺ ഹ്യൂസ് മടങ്ങിയിരിക്കുന്നു. വടക്കൻ അയർലൻഡിൻ്റെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ആരോൺ ഹ്യൂസ് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പ്രതിരോധ നിരയിൽ ജോലി കൂടും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് തിരികെ വരാം. വളരെയധികം ആവേശത്തിൽ, അതായത് ഇനി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കളി ആരംഭിക്കും. എൻ്റെ പുറകിൽ കാണുന്ന ഈ വലിയ ലോഗോയിൽ കാണുന്ന പോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ മഞ്ഞയിൽ കളിച്ചാടുകയാണ് കൊച്ചി എന്ന് തന്നെ നമുക്ക് പറയാം. ഈ കളിയുടെ ലൈനപ്പിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇത്തവണ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ സ്റ്റീവ് കോപ്പൽ പുതിയ ശൈലി തന്നെയായിരിക്കും പരീക്ഷിക്കുക. കാരണം ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനോട് കേരളം പരാജയപ്പെട്ടിരുന്നു. സ്റ്റീവ് കോപ്പൽ അതിന് പറഞ്ഞൊരു ന്യായീകരണം എന്നുള്ളത്, അതായത് മധ്യനിരയിൽ കേരളത്തിൻ്റെ കളി മോശമായിരുന്നു. മധ്യനിരയിൽ കൃത്യമായ രീതിയിൽ കളി മെനയാൻ ഒരു പ്ലേ മേക്കറുടെ അസാന്നിധ്യം കേരളത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഹോസു പ്രീറ്റോ തിരികെ വരുന്നത് കേരളത്തിന് മധ്യനിരയിൽ കരുത്താകും. അതുകൊണ്ട് തന്നെ ഇത്തവണ മധ്യനിര കേന്ദ്രീകരിച്ച് കൂടുതൽ അഴിച്ചുപണികൾ നടത്തിയായിരിക്കും ഇത്തവണ സ്റ്റീവ് കോപ്പൽ ടീമിനെ ഇറക്കുക. കേരളത്തിൻ്റെ മുന്നേറ്റ നിരയും പ്രതിരോധ നിരയും കേരളത്തിന് ആശങ്കകളില്ല, ഒരേപോലെ ശക്തമാണ്. മൈക്കൽ ചോപ്ര, മുഹമ്മദ് റാഫി, ആന്റോണിയോ ജെർമൻ, ഒപ്പം തന്നെ ഹൈത്തിയുടെ 2 സ്ട്രൈക്കർമാരുണ്ട്, ബെൽഫോർട്ടും ഡാൻസിനും അടക്കമുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നേറ്റ നിരയിൽ കേരളത്തിന് വലിയ ആശങ്കകളില്ല, പ്രതിരോധവും ശക്തമാണ്. ആരോൺ ഹ്യൂസ് പോയ ഒരു ഒഴിവാണ് ഇപ്പോൾ പ്രതിരോധത്തിൽ വരിക. അതിനി എങ്ങനെ നികത്തും എന്നതിനെ സംബന്ധിച്ചായിരിക്കും ഇനി നമുക്ക് അത് കളിക്കളത്തിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ, അല്ലെങ്കിൽ അവസാന നിമിഷം ടീമിനെ പറയുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുകയുള്ളൂ. എങ്കിൽ കൂടി മറ്റൊരു കാര്യം പറയാനുണ്ട്. അതായത് CK വിനീതും റിനോയും നമുക്കിത് വേണ്ടി ഇത്തവണ കളിക്കുന്നില്ല. അവർ AFC കപ്പിൻ്റെ മത്സരങ്ങൾക്ക് വേണ്ടി ബംഗളൂരു ടീമിനൊപ്പമാണ്. ഈ CK വിനീതിൻ്റെ അസാന്നിധ്യം വിങ്ങുകളിൽ, പ്രത്യേകിച്ചും വലത് വിങ്, കേരളത്തിന് ഒരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. കാരണം വിങ്ങുകളിൽ പറന്നു കയറി കളിക്കുന്ന ഒരു താരമായിരുന്നു CK വിനീത്. അതുകൊണ്ട് തന്നെ വിങ്ങുകളിൽ എന്തു ചെയ്യും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഒരു പക്ഷേ ചിലപ്പോൾ ആന്റോണിയോ ജെർമനെ വലത് വിങ്ങിലേക്ക് ഇറക്കാൻ സാധ്യതയുണ്ട്. ആന്റോണിയോ ജെർമൻ വലത് വിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷേ മുഹമ്മദ് റാഫിയോ അല്ലെങ്കിൽ ഹാവോ സിംഗ് കോപ്പോ ഒരു പക്ഷേ മുന്നേറ്റ നിരയിൽ കളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളും ഏതായാലും ഇത്തവണ സ്റ്റീവ് കോപ്പൽ കൊച്ചിയിൽ നടത്തുന്നുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിൽ നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ അതായത് അണ്ടർ-17 ലോകകപ്പിന് വേണ്ടി കൊച്ചി സ്റ്റേഡിയം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫിഫയുടെ അംഗീകാരമുള്ള പുതിയ ടർഫാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ പുതിയ ടർഫിൽ ഇതുവരെ കേരളത്തിന് പരിശീലനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്വന്തം ഗ്രൗണ്ട് ആണെങ്കിൽ പോലും കേരളത്തിന് ഇതിവിടെ ഒരു പുതിയ അനുഭവമായിരിക്കും. കൂടുതൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ടർഫിലേക്ക് കളിക്കുന്നതിൻ്റെ ഒരു വലിയ ആവേശം മത്സരത്തിൽ ഇരു ടീം അംഗങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മറ്റൊന്ന്, അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത കേരളത്തിൻ്റെ സ്വന്തം ഹ്യൂമേട്ടനുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ കൊൽക്കത്തയ്ക്കും ഇവിടെ വലിയ ആരാധക പിന്തുണയുണ്ട്. ഇവിടെ ഹ്യൂമിൻ്റെ പേരിൽ വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് കാണികൾ പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ഒപ്പം ഹെൽഡർ പോസ്റ്റിഗെ പോലുള്ള അവരുടെ മാർക്കി താരം മികച്ച ഫിറ്റ്നസ് വീണ്ടെടുത്ത് അദ്ദേഹം മികച്ച ഫോമിൽ കളിക്കുന്നു. അങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം ബോർജ ഫെർണാണ്ടസ് ഉണ്ട് അവർക്ക് മധ്യനിരയിൽ കളിക്കാൻ വേണ്ടി. കേരളത്തിൻ്റെ മധ്യനിരയിലുള്ള ചില പാളിച്ചകൾ മാറ്റി നിർത്തിയാൽ കേരളം സുസജ്ജമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടാൻ. സെഡ്രിക് ഹെങ്ബർട്ടിൻ്റെ സാന്നിധ്യവും കേരളത്തിന് വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. ഏതായാലും ആദ്യ കളിയിൽ തോറ്റ കേരളത്തിന് ഇത്തവണ സ്വന്തം ഗ്രൗണ്ടിലെ ആദ്യ മത്സരത്തിന് വരുമ്പോൾ വലിയൊരു ജയം, അല്ലെങ്കിൽ ഒരു ജയം അനിവാര്യമാണ്. ആരാധകരുടെ പൂർണ്ണമായ പിന്തുണ നിലനിർത്താൻ. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് പോയ ടീമിന് അവസാന കളിയിലും, അതായത് സെമിയിൽ എത്തില്ല എന്ന് ഉറപ്പിച്ച കളിയിൽ പോലും 45,000-ലധികം കാണികൾ പിന്തുണയ്ക്കാൻ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ആരാധകരുടെ വലിയ പിന്തുണ നിലനിർത്തുന്നതിന് അവർക്ക് ഒരു മികച്ച ജയം അനിവാര്യമാണ്. അത് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ കഴിഞ്ഞ സീസണിലെ ട്രാക്ക് റെക്കോർഡ് എടുക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയോട് 2 തവണ ഏറ്റുമുട്ടിയപ്പോഴും കേരളം പരാജയപ്പെടുകയായിരുന്നു. കൊച്ചിയിൽ വന്നപ്പോൾ 3-2 കേരളം തോറ്റത്. കൊൽക്കത്തയിൽ എവേ മാച്ചിന് പോയപ്പോൾ 2-1 തോറ്റു. പക്ഷേ അതൊക്കെ പഴയ കഥകളാണ്. ഇരു ടീമുകളിലും കാര്യമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു, പരിശീലകരടക്കം മാറിയിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് അഴിച്ചുപണികൾക്ക് ശേഷമാണ് ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഫോർമേഷനിൽ, അല്ലെങ്കിൽ പുതിയൊരു ടീമായിരിക്കും ഇറങ്ങുക എന്ന് തന്നെ നമുക്ക് പറയാം. മറ്റൊന്ന്, കൊച്ചി ആവേശത്തോടെ കാത്തിരിക്കുന്നത് സച്ചിൻ്റെ ഏറ്റവും വലിയ സാന്നിധ്യം. അല്പസമയത്തിനകം തന്നെ സച്ചിനൊപ്പം തന്നെ ചിരഞ്ജീവി, നാഗാർജുന അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവരെ കാണാൻ കൂടിയുള്ള ഒരു വലിയ ആവേശം, പ്രത്യേകിച്ചും സച്ചിനെ കാണാനുള്ള ആരാധകരുടെ വലിയ കൂട്ടം ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. 6:45 സച്ചിനും ടീമിൻ്റെ മറ്റൊരു സഹ ഉടമകളായ ചിരഞ്ജീവിയും നാഗാർജുനയും അടക്കമുള്ളവർ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയാണ് മത്സരം ഉദ്ഘാടനം ചെയ്യാനെത്തുക. അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷത്തിനൊക്കെ വലിയൊരു ആവേശത്തോടെ കേരളം ഇത്തവണ ഇവിടെ കാത്തിരിക്കുന്നു. അരുൺ, മനു തുടരുക. ബിനീഷ് കൂടി നമുക്കിപ്പം ന്യൂസ് റൂമിലുണ്ട്. ബിനീഷ്, ഇവിടെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്റോണി ജർമ്മൻ്റെ നിലവിലെ തിരിച്ചുവരവ് അടക്കം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ പൊതുവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ, സെൻറ്റർ മിഡ്ഫീൽഡർ ഇല്ലാത്തതിൻ്റെ പിഴവായിരുന്നു ഈ കളിയിൽ ആകമാനം നമ്മൾ കേൾക്കുകയും അത് തിരുത്തി ഇന്ന് മത്സരത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് കരുതുകയും ചെയ്യുന്നത്. എങ്ങനെയാവും പരിശീലകൻ ഈ പിഴവ് തിരുത്തുക എന്നാണ് കരുതുന്നത്? അതായത് നിലവിലെ വിഭവങ്ങൾ വെച്ച് എങ്ങനെ ആ പിഴവ് തിരുത്താനാകുമെന്നാണ് കരുതാനാവുക? ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽഡിലാണ് ഒരു കുറവ് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ മനു പറഞ്ഞ ന്യൂസ് വെച്ച് നോക്കുമ്പോൾ ആരൺ ഹ്യൂസ് ഇന്ന് തിരിച്ചു പോയിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഹ്യൂസ് കാണിച്ചത്. അതായത് ഒരു സ്റ്റെഡിബിലിറ്റി ഉള്ള ഒരു ഡിഫൻഡർ. ഹെങ്ബർത്തും ഹ്യൂസും നല്ല കമ്പൈൻ ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. ഒരു മിസ്സ് അവിടെ സംഭവിച്ച് അതിലേക്കൂടെയാണ് ഗോൾ വന്നത്. പക്ഷേ ആ മിസ് ഒഴിച്ച് മാറ്റി കഴിഞ്ഞാൽ വളരെ നല്ല പെർഫോമൻസാണ് രണ്ട് സ്റ്റോപ്പർ ബാക്കും കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചത്. ഇന്നിപ്പം ഹ്യൂസ് പോയി കഴിയുമ്പം ആ സ്ഥാനത്തേക്ക് ജിങ്കൻ വരാനാണ് സാധ്യത. അപ്പം എനിക്ക് തോന്നുന്നു ഗുർവീന്ദറും ജിങ്കനും ഹെങ്ബർത്തും പിന്നെ ഇഷ്വാക്കും ആയിരിക്കാം 4 ഡിഫൻസ് കളിക്കാൻ പോകുന്നത് ഒരു സാധ്യത. അത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ മിഡ്ഫീൽഡ് അത്ര ശോഭിക്കാത്തതുകൊണ്ട് ഇന്നത്തെ ഫോർമേഷനിൽ ചിലപ്പോൾ ഒരു 4-3-3 എന്ന് മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. സാധ്യത ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ ലൈനപ്പ് ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ ഒഫീഷ്യലായിട്ട് വിടും. 4-3-3 ആക്കാനുള്ള സാധ്യത. കാരണം ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിന് താല്പര്യം കാണിക്കുന്ന ആളാണെന്ന് സൂചിപ്പിച്ചതാണ് സ്റ്റീവ് കോപ്പൽ. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ ഒരു പരിധി വരെ വളരെ ശരിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ISLൻ്റെ ഫസ്റ്റ് മാച്ചാണ്. ഹോം ഗ്രൗണ്ടിലല്ല കളിക്കുന്നത്, എതിർ ടീമിൻ്റെ ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. ഗ്രൗണ്ട് കണ്ടീഷൻ, വെതർ കണ്ടീഷൻ എല്ലാം വെച്ചിട്ട് ആദ്യത്തെ ഒരു 45 മിനിറ്റ് വരെ ഒതുങ്ങി നിൽക്കുക. നമ്മുടെ ഹാഫിൽ ഒതുങ്ങി നിന്ന് മറ്റ് ടീമിൻ്റെ പെർഫോമൻസിനെ എങ്ങനെ വിലയിരുത്തിക്കൊണ്ട് ഒരു പരിധി വരെ ഫസ്റ്റ് ഹാഫിൽ അത് വിജയിക്കുക തന്നെ ചെയ്തിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ കുറച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതായത് നമ്മുടെ എങ്ങനെയുണ്ട് അവരുടെ പെർഫോമൻസ് എന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അറ്റാക്ക് ചെയ്യാന്നുള്ള ഒരു രീതിയായിരുന്നു. പക്ഷേ ഒരു പിഴവ്, ഒരു ക്രോസ് ബോളിലൂടെ ഒരു പിഴവ്, ഡിഫൻസീവ് എററിലേക്കൂടെ ആ ഗോൾ വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് വളരെ കറക്റ്റായിരുന്നു. പ്ലേയേഴ്സിനെയാണ് നമുക്ക് അന്നത്തെ മത്സരത്തിൽ കുറച്ചുകൂടി പറയാനുള്ളത്. വളരെ എളുപ്പത്തിൽ ബോള്, വളരെ ലാഘവത്തോടെ, വളരെ നിസ്സാരമായിട്ട് ബോളുകൾ, നമുക്ക് കിട്ടിയ ബോളുകൾ അവരുടെ കാലിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അതിന് നമുക്ക് കോച്ചിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ പ്ലേയേഴ്സ് സിമ്പിളായിട്ട് ബോൾ അവരുടെ കാലിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുറത്തിരിക്കുന്ന കോച്ചിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഹോം ഗ്രൗണ്ടിലായതുകൊണ്ട് ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിന് മുതിരാനാണ് സാധ്യത. അറ്റാക്കിംഗ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ജർമ്മനി തന്നെ മിക്കവാറും ചോപ്രക്ക് ഒരു ഫസ്റ്റ് 11 സാധ്യത കാണുന്നുണ്ട്. മൈക്കിൾ ചോപ്രക്ക് ഒരു ഫസ്റ്റ് 11 സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസുവിനെ ഒരു വിങ് മിഡ്ഫീൽഡറായിട്ടും പിന്നെ വിനീത് റായിനെ ആയിരിക്കും ചിലപ്പം സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് കളിപ്പിക്കാൻ സാധ്യത. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 4-3-3 മെഹ്താബ് ഹുസൈൻ അങ്ങനെ ആവാനാണ് ഒരു സാധ്യത. പിന്നെ ഇപ്പോഴത്തെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നമ്മൾ ഫീൽഡ് ചെയ്യുന്ന ടീമല്ല. 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ സിസ്റ്റവും സ്ട്രാറ്റജി എല്ലാം മാറും. അത് നമുക്ക് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ അൾട്ടിമേറ്റ്ലി 4-2-3-1 ആവും. അത് നമ്മുടെ ആദ്യം കൊടുക്കുന്ന ലിസ്റ്റിലല്ല. ചില ടീമുകൾ വളരെ തന്ത്രപരമായിട്ട് ഈ ടീം ഫീൽഡ് ചെയ്യുമ്പം ഒഫീഷ്യലി വേറൊരു ലൈനപ്പ് കൊടുത്തിട്ട് പിന്നെ ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് കൊണ്ട് അവരെ സിസ്റ്റം തന്നെ മാറ്റിക്കളയും. അതും ഒരു തന്ത്രമാണ്. പക്ഷേ ഇവിടെ സ്റ്റീവ് കോപ്പലിൻ്റെ തന്ത്രം ഇന്ന് അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയായിരിക്കാം. ഈ അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം എതിരാളിക്ക് പന്ത് കൂടുതൽ സമയം കൊടുത്തതാണ് ഒരു വലിയ പിഴവ് സംഭവിച്ചത്. ഇത്തവണ അത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കും എന്നുള്ളത്. ഇവിടെ ഈ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇവർ ഈ ISLലെ ബാഴ്സലോണയായി വരുന്നുണ്ടോ നിലവിൽ? അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയുടെ അവരുടെ അഡ്വാൻറ്റേജ് തന്നെ അതാണ്. 3 ISLലും തുടർച്ചയായി കളിച്ച പ്ലെയേഴ്സാണ് കൂടുതലും ഉള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നിന്ന് ബോർഗ ഫെർണാണ്ടസിനെ നല്ല പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സെൻട്രൽ മിഡ്ഫീൽഡിൽ കിട്ടി. അത് ബോർഗ ഫെർണാണ്ടസിനെ പോലത്തെ ഒരു പ്ലെയറിനെയാണ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനും ആവശ്യം. നല്ലൊരു ടഫുമാണ്, അതേസമയത്ത് നല്ല കില്ലിംഗ് പാസ് കൊടുക്കാൻ കഴിവുള്ള ഒരു താരവും കൂടിയാണ്. ഇയാൻ ഹ്യൂമ്, ജാവി ലാറ, സെമിക് ഡ്യൂട്ടി, ഇവരെ പറ്റി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സെമിക് ഡ്യൂട്ടി കഴിഞ്ഞ പ്രാവശ്യം വിങ്ങുകളിലൂടെ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അത്രയും മികച്ച അറ്റാക്കിംഗ് കഴിവുള്ള ഒരു വിങ്ങറാണ്. അതേ സമയത്ത് തന്നെ ഡിഫെൻഡിങ്ങിലും വളരെ മികച്ച് നിൽക്കുന്നു. വിക്രംജിത്തും ബോർഹയും സെൻട്രൽ മിഡ്ഫീൽഡ് കളിക്കുകയാണെങ്കിൽ ഇയാൻ ഹ്യൂമിനെ
ഇയാൻ ഹ്യൂമും ജാവി ലാറിയും സെമിക് ഡ്യൂട്ടി ആയിരിക്കാം അതിന് മുന്നിൽ കളിക്കുന്ന 3 ഫോർവേഡ്സ്, ഐ മീൻ മിഡ്ഫീൽഡേഴ്സ്. ഒരു ലോൺലി സ്ട്രൈക്കറായിട്ട്, ഒരു ക്ലിയർ ഫിനിഷറായിട്ട് ഹെഡ്ലർ പോസ്റ്റിഗയും വരും. പോസ്റ്റിഗ നമ്മളെ കഴിഞ്ഞ സീസണിൽ പരിക്ക് പറ്റി പോയതാണ്. പരിക്ക് പറ്റുന്നതിന് മുന്നേ അദ്ദേഹം 2 ഗോൾ അടിച്ചിട്ടാണ് പോയത്. അദ്ദേഹത്തിൻ്റെ ജോലി വരുന്ന ബോൾ വളരെ ഈസി ആയിട്ട് തട്ടി അകത്തിടുക, അത് മാത്രമാണ്. അത് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയ കഴിവുള്ള ഒരു താരമാണ് ഹെഡ്ലർ പോസ്റ്റിഗ. അതുകൊണ്ട് ഈ ടീമിനെ ഒരു ബെസ്റ്റ് ടീം തന്നെ പറയാം ISL ശരിക്കും പറഞ്ഞാൽ. ഫസ്റ്റ് മാച്ച് അവരുടെ അടുത്ത് ഡ്രോ ആയിരുന്നു എങ്കിൽ പോലും ഇന്ന് കേരളത്തിന് അത്ര എളുപ്പമായിരിക്കില്ല. ആകെ ഒരു കേരളത്തിൻ്റെ അഡ്വാൻറ്റേജ് ഗ്രൗണ്ട് സപ്പോർട്ടാണ്. അതിൽ നമ്മൾ ഇന്ന് ജയിക്കണം. ഈ വിങ്ങുകളിലൂടെയുള്ള മൊത്തത്തിൽ കളിയെ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ ഈ നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരം നമുക്കറിയാം, ഹെങ്ബട്ടും ജിങ്കാനുമായിരുന്നു യഥാർത്ഥത്തിൽ മുൻനിരയിലേക്ക് പന്ത് എത്തിച്ചു കൊടുത്തിരുന്നത്. പൊതുവിൽ മധ്യനിരയെ കേന്ദ്രീകരിച്ചുള്ള ഒരു കളിയിലേക്ക് വിശദമായി പോയാൽ എങ്ങനെ അതിനെ കാണാൻ സാധിക്കും? ജിങ്കാൻ കുറച്ചും കൂടി ഓവർലാപ്പ്, കഴിഞ്ഞ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ 2 വിങ്ങേഴ്സും ഓവർലാപ്പ് ചെയ്യുന്നത് വളരെ കുറച്ചായിരുന്നു. അതാണ് ആദ്യം പറഞ്ഞത്. ആദ്യത്തെ 45 മിനിറ്റ്സിൽ വളരെ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. അറ്റാക്ക് വളരെ ശ്രദ്ധിച്ച് മാത്രമേ പോയിരുന്നുള്ളൂ. കാരണം എവേ ഗ്രൗണ്ട്, സാധാരണ എവേ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ എല്ലാ ടീമും ഒന്ന് കരുതിയിട്ടാണ് കളിക്കുക. അതായത് ഒരു പോയിൻ്റ് വിജയത്തിനെക്കാട്ടിയും അവർ എയിം ചെയ്യുന്നത് പോയിൻ്റ് നഷ്ടപ്പെടാതിരിക്കാനാണ്. അതുതന്നെയാണ് അവിടെയും സംഭവിച്ചത്. മിഡ്ഫീൽഡിൽ കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി, അതാണ് നേരത്തെ പറഞ്ഞത്. ഇന്ന് ഹോസു വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ മാറ്റം വരാം. പക്ഷേ അവിടെയും ഒരു പ്രശ്നം, ഹോസു ഒരു വിങ്ങറായിട്ടാണ് കളിക്കാൻ അധികവും താല്പര്യപ്പെടുന്നത്. അതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് കേരളത്തിന് വരാൻ പോകുന്നത്. ഹോസു പലപ്പോഴും ബോൾ കിട്ടിയ വിങ്ങിലൂടെ പോകാനാണ് താല്പര്യം കാണിക്കാറ്. അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ കുറച്ചുകൂടി അകത്തേക്ക് വന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. യെസ്, മറ്റൊരു കാര്യം കൂടി നിർണായകമായുള്ളത്, ഈ ടീമിൻ്റെ പൊതുവിലുള്ള സവിശേഷത അല്ലെങ്കിൽ ടീമിനെ മൊത്തത്തിൽ പരിഗണിച്ചാൽ കഴിഞ്ഞ സീസണുകളിലൊക്കെ സച്ചിൻ ഇതിൻ്റെ ഓഹരി പങ്കാളിത്തത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്നതൊക്കെ വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം അങ്ങേയറ്റം താല്പര്യത്തോടെ ആണ് അത് നിൽക്കുകയും ചെയ്യുന്നത്. കാരണം ഈ വലിയ ജനപിന്തുണ, ആരാധക പിന്തുണയുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ് എന്ന വലിയ സാധ്യത അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണമായ ഫോമിലേക്ക് കേരളം തിരിച്ചെത്തും എന്ന് തന്നെ നിലവിൽ കരുതാനാവുമോ? കാരണം പല കുറി എഴുതി തള്ളുകയും നിരാശപ്പെടുകയും ചെയ്തെടുത്തതെന്നാണ് വീണ്ടും ആരാധകർ പ്രതീക്ഷ അർപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ. ആ നിലയ്ക്ക് അതെ, എന്നെ മാത്രമല്ല, ഞങ്ങൾ സംസാരിക്കുന്ന നമ്മളെ കൂട്ടായ്മയിലെല്ലാം നമ്മളെല്ലാം ഏറ്റവും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ISLന് ഏറ്റവും പിന്തുണ കിട്ടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ്. ഏറ്റവും കൂടുതൽ മാച്ച് ഹോം ഗ്രൗണ്ടിൽ കാണാൻ വരുന്നത് കേരളത്തിലാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ റെക്കോർഡ്സ് വേൾഡ് ലീഗിലെ 3ാം സ്ഥാനത്തേക്ക് ഇന്ത്യൻ വ്യൂവേഴ്സിൻ്റെ ഇത് വരണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു പരിധി വരെ കേരള ബ്ലാസ്റ്റേഴ്സിനൊരു പങ്കുണ്ട്. പക്ഷേ 1ാം ISL തൊട്ടേ വളരെ അനിശ്ചിതത്വത്തിലാണ് ഇവരുടെ എല്ലാ മൂവ്മെൻറ്റ്സും. അഭ്യൂഹങ്ങൾ പരക്കുന്നു, ടീമിനെ നിശ്ചയിക്കുന്നതിൽ എപ്പോഴും എക്സ്ക്യൂസസ് കണ്ടെത്തുന്നു. ഞാനതാണ് വിശ്വസിച്ചത്. കാരണം ആദ്യ സീസണിന് അപ്പുറം ആഘോഷിക്കുന്നതല്ലാതെ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ടീം എത്തുന്നില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കണക്കുകൂട്ടൽ, കേരളത്തിലെ ജനങ്ങളാണ് ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഓരോ കളി ജയിപ്പിക്കുന്നതും ആർത്ത് വിളിച്ചിട്ട്. അതാണ് ഇവരുടെ ഒരു എന്താ പറയുക, വിജയ ടാക്ടിക്സ് തന്നെ കേരളത്തിലെ ജനങ്ങളെ ജയിപ്പിക്കുന്നത് പോലെയുണ്ട്. പക്ഷെ മറ്റ് ടീമുകളെ അങ്ങനെയല്ല കാണാൻ സാധിക്കുന്നത്. അവർ എവേ മാച്ച് പോയാലും ജയിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്, ഫൈറ്റ് ചെയ്ത് കളിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും നിരാശപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇത്. എല്ലാ പ്രാവശ്യവും അവസാന സമയമാകുമ്പം പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റിയില്ല, നല്ല ടീമിനെ ഇറക്കാൻ പറ്റിയില്ല, സച്ചിൻ ഇതിനെ വിട്ടു പോവാന്ന് പറയുന്നത്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അവരുടെ ഓഡിയൻസിനെ അകറ്റി മാറ്റുന്നതിന് സമമാണ് സച്ചിൻ ഈ ടീമിനെ വിട്ടു പോകാന്നൊക്കെ പറയുന്നത്. നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് മാത്രം മതി ഒരു കളി ജയിക്കാൻ. ആ സ്റ്റേജിലേക്ക് എത്തിയിരുന്നു അവസാന ഘട്ടമാകുമ്പോൾ. സച്ചിൻ വന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും എന്നുള്ള സ്റ്റേജിൽ പ്ലേയേഴ്സ് അടക്കം അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ കളി മാറ്റിയെടുക്കുകയാണ്. ഈ പൊതുവിൽ എല്ലാ സീസണുകളിലും മത്സരങ്ങൾക്കൊക്കെ ശേഷം ഈ മത്സരങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പറയാറുണ്ട്, വിദേശ താരങ്ങളാണ്, അവർ ഇന്ത്യൻ താരങ്ങളുമായി വന്ന് കളിച്ചു, ആ ശൈലിയിൽ ഒത്തിണക്കം കാണിക്കാനായില്ല, അടുത്ത സീസണിൽ അത് പരിഹരിക്കപ്പെടും എന്നൊക്കെ. വിദേശത്തെ പരിശീലനം, ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിലൊക്കെ നടത്തുന്ന പരിശീലനത്തിലൂടെയൊക്കെ അത് പരിഹരിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത്തവണ
എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ടീമിൻ്റെ? കാരണം സീസൺ ഇത്രയായല്ലോ. അല്ല, ഇതിപ്പോൾ പറഞ്ഞത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതൊക്കെ ഒരു എക്സ്ക്യൂസാണ്. കാരണം ISL കളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, ബാക്കി 7 ടീം കളിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇത് ബാധകമാണല്ലോ. അവർ നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ടല്ലോ പല ടീമുകളും. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി ജയിക്കൽ ഒന്ന്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഏറ്റവും വലിയ കേരള കാണികളുടെയും കേരള ഫുട്ബോൾ പ്രേമികളുടെയും ഒരു ഏറ്റവും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ കളിച്ച് തോറ്റു കഴിഞ്ഞാൽ ആ ടീമിനെ ഒരു കുറ്റവും പറയില്ല. പക്ഷേ ഇംഗ്ലീഷ് ഫാൻസ് പുറം രാജ്യങ്ങളിലൊക്കെ അങ്ങനെയല്ല. എങ്ങനെ എത്ര ഭംഗിയായിട്ട് കളിച്ചാലും തോറ്റു കഴിഞ്ഞാൽ അവർ സ്വന്തം ടീമിനായാലും ചീത്ത വിളിക്കും, അടിച്ച് തകർക്കും, പുറത്ത് പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷെ നമ്മുടെ നാട്ടുകാരുടെ ഒരു ക്വാളിറ്റിയാണ്, എതിർ ടീം നല്ല കളി കളിച്ചോ അവരെ സപ്പോർട്ട് ചെയ്യും. അത്രയും നല്ല ഫുട്ബോൾ പ്രേമികളും ഫുട്ബോൾ ആസ്വദിക്കുന്ന ആൾക്കാരുമാണ് കേരളത്തിലുള്ളത്. ആ ജനങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്താൻ പാടില്ല എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതെ, അത്രത്തോളമുള്ള 60,000-ഓളമുള്ള കാണികൾക്ക് നടുവിൽ നിന്നാണ്, അവരുടെ സാന്നിധ്യത്തിൽ നിന്നാണ് മനു ഒരിക്കൽ കൂടി ചേരുന്നത്. മനു, ഈ നേരത്തെ പറഞ്ഞു നിർത്തിയത് ആരാധകരുടെ ആവേശം, പിന്തുണ, അത് നന്നായി കളിക്കുന്ന ഏത് ടീമിനും നിർലോഭം അവർ നൽകും എന്നുള്ളതാണ് കൊച്ചിയിൽ. അതൊരു പ്ലസ് പോയിന്റ് ആണ് യഥാർത്ഥത്തിൽ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാത്രം ആരാധകർക്ക് സ്വന്തമായുള്ളൊരു പ്ലസ് പോയിന്റ് ആണത്. അതിനപ്പുറം ടീമിന്റെ ഘടനയെക്കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് മിഡ്ഫീൽഡ്, ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ഇല്ലാത്തതായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കേരളത്തിന് പറ്റിയ ഏറ്റവും വലിയ പിഴവ്. അത് തിരുത്തിയാകും ഇത്തവണ ഇറങ്ങുക. മധ്യനിരയിൽ കളി മെനയുന്ന ഒരു പ്ലേമേക്കർ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ചർച്ചകൾ സജീവമാണ്. എന്താണ് സ്റ്റേഡിയത്തിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നത്? ശരി. തീർച്ചയായിട്ടും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ആവേശത്തിലാണ് കൊച്ചി എന്ന് നമുക്ക് പറയാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളിക്കളത്തിലെ ഒരുപക്ഷെ ഈ ISL ഏറ്റവും മികച്ച കാണികളുടെ നിരയാണ് കൊച്ചിയിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം ആകാംക്ഷയോടെയാണ് എതിർ ടീമുകളടക്കം കൊച്ചിയിൽ കളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. നമുക്ക് നിലവിൽ പറയാൻ കഴിയുന്ന ഒരു സംഖ്യ അനുസരിച്ച് 55,000-ന് മേലിൽ കാണികൾ എത്തുമെന്ന് തന്നെ നമുക്കറിയാം. പറയാൻ കഴിയുന്നത് 38,000-ഓളം ടിക്കറ്റുകൾ ഓൺലൈനുകൾ വഴി മാത്രമായി വിറ്റ് കഴിഞ്ഞു. ബാക്കി സ്റ്റേഡിയത്തിലുള്ള കൗണ്ടറുകളിലൂടെയും അതായത് ഫെഡറൽ ബാങ്കിൻ്റെ വിവിധ ശാഖകളിലുള്ള കൗണ്ടറുകളിലൂടെയും ബാക്കിയുള്ള ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് 59,000 ഇത്തവണത്തെ സ്റ്റേഡിയം കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ ആ ഒരു കപ്പാസിറ്റിക്ക് ഏകദേശം ഫുൾ ആയി തന്നെ ടീമെത്തും. അതുകൊണ്ട് തന്നെ ആരാധകരെത്തും. വലിയ ആവേശത്തിൽ ഒരുപക്ഷെ ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ കളറുള്ള ജേഴ്സി അണിഞ്ഞ വലിയൊരു ആവേശത്തോടെ കാണികൾ ഒന്നടക്കം ഇങ്ങോട്ട് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മളിപ്പോൾ ഈ കാണികളുടെ ഇടയിൽ തന്നെയാണ് നിൽക്കുന്നത്. വിവിധ ഗേറ്റുകളിലേക്ക് കാണികൾ അവരുടെ ടിക്കറ്റുമായി അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊടികളും തോരണങ്ങളും ഒക്കെയായി പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. അല്പസമയം മുമ്പ് ഇരു ടീമുകളും കളത്തിലെത്തി. വലിയ ഒരു കാണികളുടെ നിര തന്നെ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു. 6:50 മത്സരത്തിൻ്റെ ഇരു ടീമുകളും ഗ്രൗണ്ടിലേക്ക് വരിക. അതിനു മുമ്പ് അല്പസമയം വാമപ്പ് അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ പിച്ചിലായിരിക്കും അല്ലെങ്കിൽ പുതിയ ടെർഫിലായിരിക്കും ഇത്തവണ കേരളത്തിൻ്റെ ടീമുകൾ കളിക്കാനിറങ്ങുക. അതുകൊണ്ട് തന്നെ ഹോം ഗ്രൗണ്ട് ആണെങ്കിലും പുതിയ ടെർഫിൽ കളിക്കുന്നതിൻ്റെ ഒരു ആകാംക്ഷ കേരള ടീമിനുണ്ട്. ഇരു ടീമിനും ഇവിടെ പുതിയ ടെർഫിൽ പ്രാക്ടീസ് നടത്താൻ അവസരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ആശങ്കയും ഈ പുതിയ ടെർഫിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ടീമുകൾക്കുണ്ട്. എങ്കിൽ പോലും ഫിഫയുടെ എല്ലാ മാനദണ്ഡങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടർഫ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച മത്സരം കാണാമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകരും. ആരാധകർ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സച്ചിൻ്റെ വരവിന് വേണ്ടി തന്നെയാണ്. 6:40 കഴിയുമ്പോഴേക്കും സച്ചിൻ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയും അടക്കം എത്തും. ചിരഞ്ജീവി, നാഗാർജുന അടക്കമുള്ളവർ ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ വലിയ ആരാധക പിന്തുണ അടക്കം ഇവിടെ പുതിയ ഉടമസ്ഥർ, അതായത് താരങ്ങളായ മെഗാ താരങ്ങളായ പുതിയ ഉടമസ്ഥരുടെ സാന്നിധ്യം കൂടി വരുമ്പോൾ ടീമും ആരാധകരും വളരെയധികം ആവേശത്തിലാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മറ്റൊന്ന്, ആരോൺ ഹ്യൂസ് ലോകകപ്പിൻ്റെ യോഗ്യതാ മത്സരങ്ങൾക്കായി കേരളത്തിന് മാർക്കി താരം മടങ്ങിയത് പ്രതിരോധ നിരയിൽ ചെറിയ തോതിലുള്ള ആശങ്കകൾക്ക് കേരളത്തിന് വഴിമരുന്നുണ്ട്. പക്ഷേ സ്റ്റീവ് കോപ്പൽ അത് എങ്ങനെ പരിഹരിക്കുമെന്ന് നമുക്ക് കളത്തിൽ തന്നെ ശരിക്കും കണ്ടറിയേണ്ടിയിരിക്കുന്ന ഒരു കാഴ്ച. ആദ്യ മത്സരത്തിൽ കേരളത്തിന് പാളിച്ച പറ്റിയത് മധ്യനിരയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മധ്യനിരയിലെ ദൗർബല്യങ്ങൾ ഇത്തവണ കൃത്യമായി പരിഹരിക്കാൻ ഒരു ഇടവേള അനിവാര്യമാവുന്നു. വളരെ പെട്ടെന്ന് മടങ്ങി വരാം. ഒരു ഇടവേള. മനു ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന്. മനു, കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയ്ക്കും നിരവധി ആരാധകരുള്ളതാണ് കൊച്ചി. എങ്ങനെയാണ് നിലവിൽ, പ്രത്യേകിച്ച് ഹ്യൂമിനടക്കം?
തീർച്ചയായിട്ടും അരുൺ, വലിയ ആവേശത്തോടെ തന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അല്പസമയത്തിനകം തന്നെ പ്രമുഖ, അതായത് VIP അടക്കമുള്ള വലിയ താരനിരകൾ അടക്കം ഇങ്ങോട്ട് ഒഴുകിയെത്തും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ എല്ലാവരും. നമ്മൾ ഈ നിൽക്കുന്നത് VIP ഗേറ്റിൻ്റെ അടുത്താണ്. ഇതിലൂടെയാണ് പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം സ്റ്റേഡിയത്തിനകത്തേക്ക് പോവുക. നമ്മൾ നേരത്തെ പറഞ്ഞ ടീമിൻ്റെ ലൈനപ്പിനെ കുറിച്ചായിരുന്നു. ലൈനപ്പിലേക്ക് തന്നെ നമുക്ക് തിരികെ വരാം. അതുകൊണ്ട് തന്നെ മധ്യനിരയിലായിരിക്കും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു തന്ത്രങ്ങളായിരിക്കും സ്റ്റീവൻ കോപ്പൽ പരിശീലകൻ ഇത്തവണ ഒരുക്കിയെടുക്കുക. പ്രതിരോധ നിരയിലും മുന്നേറ്റ നിരയിലും കേരളത്തിന് കാര്യമായ ആശങ്കകളില്ല. ഈ സ്വന്തം ഗ്രൗണ്ടിൽ മുഹമ്മദ് റാഫി കളിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം. കാരണം നമുക്കറിയാം, കഴിഞ്ഞ തവണ കേരളം തോറ്റു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹെഡർ ഗോളുകളുമായി കേരളത്തിൻ്റെ ആരാധകരുടെ ആവേശമായി മാറിയ മുഹമ്മദ് റാഫിയെ നമ്മൾ ഓർക്കുന്നുണ്ടാകാം. അത്തരത്തിലൊരു പ്രകടനം ഇത്തവണ റാഫിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, ക്രമേണ ഇത്തവണ വിങ്ങുകളിലേക്ക് മാറ്റിക്കളിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി, നമുക്ക് മികച്ചൊരു വിങ്ങർ കൂടിയാണ് ആന്റോണി ജെർമൻ. അതുകൊണ്ട് തന്നെ പ്രതിരോധ നിരയിൽ നിന്ന് മാറ്റി വിങ്ങിലേക്ക് ആന്റോണി ജെർമൻ കളിക്കും. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റാഫിക്ക് തീർച്ചയായിട്ടും ഒരുപക്ഷെ ആദ്യ ലെവനത്തിലെ സ്ഥാനമുണ്ടാവും. അല്ലെങ്കിൽ ഹാവോക്കിപ്പ് ആയിരിക്കും ഒരുപക്ഷെ, ചിലപ്പോൾ പകരം ഹാവോക്കിപ്പും കളിക്കാനുള്ള സാധ്യത. കാരണം കഴിഞ്ഞ തവണ ഹാട്രിക് ഗോൾ അടക്കം നേടിയ ഒരു കളിക്കാരനാണ് ഹാവോക്കിപ്പ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചില ലൈനപ്പുകളൊക്കെ, ഇതൊക്കെ കളി അറിയാൻ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ ലൈനപ്പിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണകൾ പറയാൻ കഴിയൂ. ഇപ്പോൾ കൊച്ചി അതിൻ്റെ ഒരു പൂർണ്ണമായ ആവേശത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ വലിയ കാണികളുടെ ഒരു നിരയടക്കം ഏകദേശം 60,000-നടുത്ത് കാണികൾ ആദ്യ മത്സരത്തിൽ കയറും. ഇനിയുള്ള തുടർച്ചയായ 3 മത്സരങ്ങൾ കേരളത്തിന് ഹോം ഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മികച്ചൊരു തുടക്കത്തോടെ കാണികൾക്ക് കൂടി കൂടുതൽ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ കൂടുതൽ സംതൃപ്തി പകരുന്ന ഒരു കളി പുറത്തെടുക്കാൻ തന്നെയായിരിക്കും ടീമിൻ്റെ ശ്രമം. അതുതന്നെയാണ് ടീമിൻ്റെ പരിശീലകനും നായകനും അടക്കമുള്ളവർ പറയുന്ന ഒരു കാര്യം. മറ്റൊന്ന് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയാണ്. അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നമുക്ക് ഒരിക്കലും വില കുറച്ച് കണ്ടുകൂടാ. കാരണം നമുക്കറിയാൻ കഴിയും, നമ്മുടെ ഇയാൻ ഹ്യൂം അടക്കമുള്ള മികച്ച താരങ്ങൾ, ബോർജ ഫെർണാണ്ടസിനെ പോലുള്ള താരങ്ങൾ, ഹെൽഡർ പോസ്റ്റിഗെ പോലുള്ള അവരുടെ മാർക്വി താരം മികച്ച ഫോമിലാണ്. അങ്ങനെ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയും സമീക് ദൂത്തി എന്ന ദക്ഷിണാഫ്രിക്കൻ താരത്തിനെ ആയിരിക്കും ഒരു പക്ഷേ അത്ലറ്റിക്കോ നിരയിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടി വരിക. വിങ്ങുകളിൽ കൂടി പറന്നു കയറി പാസുകളും കൃത്യമായി ലോങ് റേഞ്ചുകൾ ഒതുക്കാനുള്ള കഴിവ്, ഒപ്പം തന്നെ മുന്നേറ്റ നിരക്ക് കൃത്യമായ രീതിയിൽ ഗോൾ പോസ്റ്റിന് മുന്നിലേക്ക് പന്തെത്തിക്കാനുള്ള കഴിവടക്കമുള്ള സമീർ ദൂത്തിനെ ആയിരിക്കും ഒരു പക്ഷേ ഏറ്റവും അധികം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടി വരുന്നതും. ദക്ഷിണാഫ്രിക്കൻ താരമാണ് സമീക് ദൂത്തി. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ കൊൽക്കത്തയുടെ വലിയ നിരയെ കേരളം പക്ഷേ തെല്ലും ഭയപ്പെടുന്നില്ല എന്നാണ് പരിശീലകൻ പറഞ്ഞത്. കൊൽക്കത്ത വലിയ ടീമാണ്. ഒപ്പം ഈ വലിയ കാണികളുടെ മുന്നിൽ കളിക്കാൻ ഇറങ്ങുന്ന ഒരു ആവേശമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആവേശത്തിന് മുന്നിൽ കൊൽക്കത്തയെ മറികടക്കാൻ കഴിയുമെന്നാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ. കൊൽക്കത്ത പറയുന്നത് ഈ കേരളത്തിലെ കാണികൾ അവർക്കൊരു വലിയ ഊർജ്ജമാണ്. കാരണം ഇത്തവണ സാൾട്ട് ലേക്കിൽ കളിയില്ലാത്തതിനാൽ ഏറ്റവും വലിയ സ്റ്റേഡിയവും ഏറ്റവും വലിയ കാണികളും കൊച്ചി തന്നെയായിരിക്കും. ആ ഒരു ആവേശത്തിലേക്ക് കളിക്കാൻ ഇറങ്ങുന്ന വലിയൊരു ആകാംക്ഷയിലാണ് കൊൽക്കത്തയും ഒപ്പം തന്നെ കേരളവും. കാണികളുടെ ഒഴുക്ക് ഇപ്പോഴും ഗ്രൗണ്ടിലേക്ക് തുടരുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. വിവിധ ഗേറ്റുകളിലൂടെ സ്റ്റേഡിയത്തിലേക്ക് കാണികൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അല്പസമയത്തിനകം തന്നെ ഈ സ്റ്റേഡിയം നിറയും. അതായത് 59,000-നടുത്ത് തന്നെ കാണികളെത്തും. ഈ അണ്ടർ 17 ലോകകപ്പിന് വേണ്ടി ചില അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ സ്റ്റേഡിയത്തിൻ്റെ ഫുൾ കപ്പാസിറ്റിയായ 62,000-ന് പകരം ഇത്തവണ 59,000-ലേക്ക് കുറച്ചിട്ടുണ്ട്. ആ ഫുൾ കപ്പാസിറ്റിയിൽ സ്റ്റേഡിയം നിറയുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ, ഈ പ്രതിരോധത്തിന്റെ കെട്ടുറപ്പിൽ പ്രതീക്ഷകൾ കരുപിടിപ്പിക്കുന്ന പതിവ് ശൈലിയിൽ നിന്ന് മാറിയൊരു ടീമിനെ ആകും നിലവിൽ കാണാനാവുക മനു കൊച്ചിയിലല്ലേ? തീർച്ചയായിട്ടും അരുൺ, അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടിരിക്കും. കാരണം അരുൺ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ പ്രതിരോധത്തിൽ നമ്മുടെ കരുത്തനായിരുന്ന ആരോൺ ഹ്യൂസ് മടങ്ങിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ സന്ദേശ് ജിങ്കാൻ്റെ സാന്നിധ്യം ഞാൻ നേരത്തെ വിട്ടുപോയതാണ്. ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേര് കൂടിയാണ് സന്ദേശ് ജിങ്കാൻ്റെ. കേരളം മരിച്ചു കളിക്കുന്ന ഒരു കളിക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സന്ദേശ് ജിങ്കാൻ്റെ ഒരു സാന്നിധ്യം തന്നെ കേരളത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. മറ്റൊന്ന് നമുക്കൊരു നഷ്ടം എന്ന് പറയാൻ കഴിയുന്നത് നമ്മുടെ CK വിനീതിൻ്റെ സാന്നിധ്യം ഇത്തവണ AFC കപ്പിന് പോയതിനാൽ CK വിനീത് കളിക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് CK വിനീതിൻ്റെ, അതായത് വിങ്ങുകളിൽ കൂടി ഏറ്റവും മികച്ച രീതിയിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും മികച്ച ഇന്ത്യൻ താരമാണ് വിങ്ങുകളിൽ കൂടി കളിക്കാൻ കഴിയുന്നത്. ഈ CK വിനീത് വിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അന്റോണിയോ ജെർമൈൻ്റെ സാന്നിധ്യം കൂടി മുന്നേറ്റ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ പുതിയൊരു ലൈനപ്പിലേക്ക് വരുമ്പോൾ സ്റ്റീവ് കോപ്പൽ കാര്യമായി അദ്ദേഹം മനസ്സ് തുറന്നിട്ടില്ല. താൻ എത്തരത്തിലുള്ള ടീമിനെ ആയിരിക്കും ഇറക്കാൻ പോവുക. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, മധ്യനിരയിലെ പാഴ്ചകൾ ഞാൻ പരിഹരിച്ചിരിക്കും. പ്രതിരോധവും മുന്നേറ്റവും നമുക്ക് ഒരേപോലെ ശക്തമാണ്. അതിപ്പോൾ ആരോൺ ഹ്യൂസ് മടങ്ങിയാലും നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ കാണികൾക്ക്, അതായത് ഈ 60,000-ഓളം വരുന്ന കാണികൾക്ക് എന്നെ വിശ്വസിക്കാം. നമ്മുടെ പൂർണ്ണമായ പ്രകടനം ഇന്ന് പുറത്തെടുക്കാൻ കഴിയുമെന്ന രീതിയിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ
പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. അരുൺ തുടരുക മനു. എന്തായാലും നിലവിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ടീമിൻ്റെ ഫൈനൽ ലൈനപ്പ് ഇനിയും ലഭിച്ചിട്ടില്ല അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. അക്കാര്യങ്ങൾ കൂടിയാണ് നിലവിൽ ശ്രദ്ധിച്ചിരുന്നത്. ബിനീഷ്, ഇവിടെ ആ സാഹചര്യത്തിൽ തന്നെ ഒരു പൊളിച്ചെഴുത്ത് എന്തായാലും ഇന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. പൊളിച്ചെഴുതേണ്ടി വരുമല്ലോ. കാരണം ആദ്യ മത്സരത്തിൽ മികച്ച പെർഫോമൻസ് ആയിരുന്നു കാണിച്ചത് ആരൺ ഹ്യൂസിൻ്റെ അഭാവം ശരിക്കും പറഞ്ഞാൽ സന്ദേശ് ജിങ്കാനെ കഴിഞ്ഞ മത്സരം 2 രീതിയിലാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി അറ്റാക്ക് ചെയ്ത് കളിച്ചിരുന്നത്, ഓവർലാപ്പ് ചെയ്ത് കളിച്ചിരുന്ന ഒരു ഫുൾ ബാക്കാണ് സന്ദേശ് ജിങ്കാൻ. സന്ദേശ് ജിങ്കാനെ മിക്കവാറും ഇന്ന് ആ പൊസിഷൻ നഷ്ടപ്പെട്ട് സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് ഹെങ്ബർത്തിൻ്റെ കൂടെ സന്ദേശ് ജിങ്കാനായിരിക്കാം ഇന്ന് സെൻട്രൽ മിഡ്ഫീൽഡിൽ വരുന്നത്. അപ്പോൾ അവിടെ ഗുർവീന്ദർ റൈറ്റ് വിങ്ങിലേക്ക് പോവും, ലെഫ്റ്റിൽ ഇഷ്വാക്ക്. ഈ 2 പേരും ഈ സീസണിൽ, ഈ ഗുർവീന്ദർ കഴിഞ്ഞ സീസണിൽ കുറേ മാച്ച് നഷ്ടപ്പെട്ടാണ്. ആദ്യം ഓവർലാപ്പ് ചെയ്യാൻ കുറച്ച് മടിക്കും. കാരണം എതിർവശത്ത് സെമീക് ഡ്യൂട്ടി ISL ചരിത്രത്തിൽ ഏറ്റവും വിങ് യൂസ് ചെയ്ത് ഏറ്റവും ഫാസ്റ്റസ്റ്റ്, ഏറ്റവും നല്ല രീതിയിൽ ക്രോസ് ചെയ്യുന്നത്, ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയ ഒരു പ്ലെയറാണ് സെമീക് ഡ്യൂട്ടി. ആ പ്ലെയറിനെ തടയണം. അതിന് സന്ദേശ് ജിങ്കനായിരുന്നു ഒരു വശത്ത് വരുന്നത്, മറ്റേ വശത്ത് ഇഷ്വാക്കിൻ്റെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇഷ്വാക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഏകദേശം എൻഡ് പാർട്ടിലാണ്. സെമീക് ഡ്യൂട്ടി വളരെ ഫാസ്റ്റായ ഒരു പ്ലെയറാണ്. മാത്രവുമല്ല കഴിഞ്ഞ പ്രാവശ്യം സെമീക് ഡ്യൂട്ടിക്ക് നല്ലൊരു ഓഫറോടുകൂടി സ്പെയിനിൽ കുറേ കാലം കൂടി പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജിങ്കാൻ സെൻറ്ററിലേക്ക് വരുമ്പം ഹ്യൂസ് പോയത് 2 രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഒരു അറ്റാക്കറായ ഒരു പ്ലെയറിനെ നമുക്ക് നഷ്ടപ്പെടുന്നു. ഡിഫൻഡർ ആണെങ്കിൽ പോലും ജിങ്കാൻ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു, അദ്ദേഹം സെൻറ്ററിലേക്ക് വരുന്നു. അതേ സമയത്ത് തന്നെ പുതിയൊരു പ്ലെയറിനെ ഇറക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു പൊളിച്ചുമാറ്റം അവിടെ സംഭവിച്ചു എന്തായാലും. ഇതിൻ്റെ എല്ലാം കൂടെയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടത് നമ്മുടെ മിഡ്ഫീൽഡിലെ പോരായ്മകളാണ്. അതുകൂടി നമ്മൾ ഇവിടെ കാത്തുരക്ഷിക്കേണ്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു തിരിച്ചടിയാണ് ശരിക്കും കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലെ നല്ല പെർഫോമൻസായ 2 പേരാണ് ഹെങ്ബർത്തും ഹ്യൂസും. അവിടെ ജിങ്കാനും കൂടി വന്നപ്പോൾ കുറച്ചും കൂടി മൂർച്ച കൂട്ടിയിരുന്നു അറ്റാക്കിന്, നല്ല ക്രോസുകൾ പോയിരുന്നു. അതെല്ലാം മാറിയിരിക്കുന്നു ഇപ്പോൾ. പക്ഷേ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ഹോസു മിഡ്ഫീൽഡിലേക്ക് തിരിച്ചു വരുന്നു. അവിടെയും രണ്ടാമത്തെ പ്രശ്നം, ഹോസു വിങ്ങിലൂടെ കളിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പ്ലെയറാണ്. കുറച്ച് അഗ്രസീവാണ്, യങ് ആണ്, പിന്നെ നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള പ്ലെയറാണ്. ഉത്തരവാദിത്തം മുഴുവനും ഹോസു ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വരുന്നത് മെഹ്താബ് ഹുസൈൻ നമ്മൾ കണ്ടതാണ്. പലപ്പോഴും മെഹ്താബ് ഹുസൈൻ ബാക്ക് പാസ് കളിക്കുന്നതിലാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. എല്ലാ മത്സരങ്ങളിലും മെഹ്താബ് ഹുസൈനെ നമ്മളൊരു സെൻറ്റർ മിഡ്ഫീൽഡർ, അതായത് ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോഴൊക്കെ അദ്ദേഹം പുറകിലേക്ക് പാസ് ചെയ്യാനാണ് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു മാറ്റം വന്ന് ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിലേക്ക് പോകണമെങ്കിൽ മുന്നോട്ട് തന്നെ നമ്മൾ പാസ് ചെയ്ത് കളിക്കണം. നമ്മളെപ്പോഴും പലപ്പോഴും പറയാറുണ്ട് അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫെൻസ് എന്ന്. കാരണം 60,000 പേര് പിന്തുണ ഉണ്ടാവും, പിന്നെ നമ്മൾ ഡിഫെൻസ് കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെയാണ് നമ്മൾ 3 പോയിന്റ്, ഈ 60,000-ൻ്റെ ബലത്തിലാണ് നമ്മൾ 3 പോയിന്റ് ഇന്ന് നേടിയെടുക്കേണ്ടത്. ഈ യഥാർത്ഥത്തിൽ ഒരു ആസൂത്രകൻ നേരത്തെ പറഞ്ഞതാണ്. അതെ, കമാൽ വരദൂർ, അദ്ദേഹം കൂടി നിലവിൽ നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീ കമാൽ വരദൂർ, ഈ സീസണിലെ ടീമിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശക്തി ദൗർബല്യങ്ങൾ? അരുൺ, നമ്മൾ ഒരു മത്സരമാണ് കണ്ടത്. കാരണം ആ മത്സരം അവരുടെ എവേ പോരാട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മത്സരത്തിലേക്ക് വരുമ്പോൾ, അതായത് ഒന്ന് ചാമ്പ്യൻഷിപ്പിൻ്റെ ആദ്യ ഉദ്ഘാടന പോരാട്ടമായിരുന്നു, മറ്റൊന്ന് ഗോഹട്ടിയാണ് വേദി, ഇന്ദിരാഗാന്ധി സ്റ്റേഡിയമാണ്. ഒരിക്കലും ഒരു ഇന്ത്യൻ താരത്തിന് മാത്രമല്ല, വിദേശികൾക്കൊന്നും പരിചയമില്ലാത്ത ഒരു മൈതാനം എന്ന രീതിയിൽ. അങ്ങനെ പല കാരണങ്ങളാൽ കൊണ്ട് നമ്മൾ ആദ്യ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ അതൊരു ദുഷ്കരമായ ദൗത്യമാണ്. എങ്കിൽ പോലും ആദ്യ മത്സരത്തിൽ വളരെ പ്രകടമായി കണ്ടത്, കാരണം ഒരു കോമ്പിനേഷൻ, പ്രത്യേകിച്ച് മധ്യനിരയിൽ ഒരു കരുത്തനായ, നമ്മൾ സാധാരണഗതിയിൽ ഫുട്ബോളിനെ അല്ലെങ്കിൽ ഫുട്ബോൾ മത്സരങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ വ്യക്തമായിട്ടും അതിനെ വിലയിരുത്താറുള്ളത് ആരൊക്കെയാണ് ശരിക്കും ഗെയിം പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ആദ്യ മത്സരത്തിൽ കണ്ടപ്പോൾ തോന്നിയത് ഒരു ഗെയിം പ്ലാനർ. ഇപ്പോൾ ഹോസു കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടീം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ലൈനപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല കുറേ താരങ്ങളുണ്ട്, എല്ലാവരും ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആണ്. പക്ഷേ ടീം എന്ന രീതിയിലേക്ക് വരുമ്പോൾ ആരെ സഹായിക്കും?
അല്ലെങ്കിൽ ആരാണ് കളി നിയന്ത്രിക്കുന്നയാൾ എന്നുള്ള തരത്തിലുള്ള വലിയ സംശയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മുൻനിരയിൽ കളിച്ച 2 പേർ, ഒന്ന് ആന്റോണിയോ ജർമ്മനാണ്, മറ്റൊന്ന് മുഹമ്മദ് റാഫിയാണ്. ഈ 2 പേര് ഏകദേശം 93 മിനിറ്റോളം നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യണം, അതായത് പന്ത് ആരാണ് അവർക്ക് സപ്ലൈ ചെയ്യുന്നത്, അവരെങ്ങോട്ട് പന്ത് കൈമാറണം തുടങ്ങിയ പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് നമ്മൾ ആദ്യ മത്സരത്തിൽ കണ്ടിരുന്നു. അതൊരു പക്ഷേ പുതിയ ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ മത്സരം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ രണ്ടാം മത്സരത്തിലേക്ക് അല്ലെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ കോമ്പിനേഷൻ ശരിയായിക്കൊണ്ട് വരും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അതായത് കൊൽക്കത്ത ടീമിലേക്ക് വരുമ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവരുടെ ആദ്യ മത്സരം 2-2 അവർ നിന്നിരുന്നു. പക്ഷേ വേഗതയിൽ കളിക്കുന്ന, ഇപ്പോഴും സൗത്ത് ആഫ്രിക്കൻ പ്ലെയറെ നമ്മൾ എടുക്കുക, ആ പ്ലെയർ സമീക, അവരൊക്കെ എടുക്കുമ്പോൾ അവർക്ക് അതിവേഗതയിൽ കളിക്കുന്ന താരങ്ങളാണ്. പക്ഷെ നമുക്ക് അങ്ങനെ അതിവേഗതയിൽ കളിക്കുന്ന ഒരു മുൻനിരക്കാരൻ ഇല്ല എന്നുള്ളത്, മധ്യനിരയിൽ അതേപോലെ ഗെയിം പ്ലാൻ ചെയ്ത് ഈ മുൻനിരക്കാർക്ക് വളരെ പെട്ടെന്ന് പന്തെത്തിക്കുന്ന ഒരാളില്ല എന്നുള്ളത്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മൾ ആദ്യ മത്സരത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ശരിക്കും ഗെയിം പ്ലാൻ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ എന്തായാലും നല്ല മത്സരം കാഴ്ചവെക്കാൻ ഇന്ന് ബ്ലാസ്റ്റേഴ്സിനാവും. ഈ ടീമിനെ സംബന്ധിച്ച് ഏറെ വിമർശനം ഉന്നയിക്കപ്പെട്ടതും നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതും താങ്കൾ ഉന്നയിച്ച ഇതായിരുന്നു. കാരണം മധ്യനിരയിൽ ഭാവനാശാലിയായ ഒരാൾ, അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഗെയിം രൂപവൽക്കരിക്കപ്പെടുന്നത്. അയാളുടെ തന്ത്രങ്ങൾക്ക് അനുസരിച്ചാണ് പന്ത് നീങ്ങുന്നത്, കൃത്യമായി ഫിനിഷ് ചെയ്യപ്പെടുന്നത്. അതാകുമ്പോഴാണ് കാണികൾക്ക് കൃത്യമായൊരു ഫുട്ബോൾ വിരുന്ന് ലഭിക്കുകയും ചെയ്യുക. ഒരർത്ഥത്തിൽ ലോക ഫുട്ബോളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും അതുതന്നെയാണ്. ഇവിടെ ഇന്ന് ആ കുറവുകൾ പരിഹരിച്ച് ഇറങ്ങുമ്പോൾ ആരാകും ആ നിരയിലേക്ക് വരിക എന്നാണ് താങ്കൾ കരുതുന്നത്? അരുൺ, ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൈനപ്പിലേക്ക് ഫസ്റ്റ് 11 ആരെല്ലാം വരും എന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും ഹോസു പ്രിറ്റോ അദ്ദേഹം അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം ബാഴ്സലോണ അക്കാഡമിയിലൂടെ വളർന്ന താരമാണ്. വിങ്ങുകൾ, അതായത് ലെഫ്റ്റ് റൈറ്റ് വിങ്ങൊക്കെ അദ്ദേഹം കളിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു വേഗത വെച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇന്ന് ശരിക്കും ആ ഒരു റോളിലേക്ക് വരാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് അദ്ദേഹമാണ്. കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഈ ISL 3ാം എപ്പിസോഡ്, ഈ ISLലെ 1-2 മത്സരങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 1-2 മത്സരങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മുംബൈ കരുത്ത് പ്രകടിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, അവിടെ ഫൊർലാനെ പോലെ, അതായത് ഗെയിമിനെ വളരെ പക്വമായി പ്ലാൻ ചെയ്യാനും ഗെയിമിനെ ശരിക്കും മുൻകൂട്ടി കാണാനുമുള്ള ഒരു താരം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോംബെയുടെ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, നോർത്ത് ഈസ്റ്റ് 2 മത്സരങ്ങൾ ജയിക്കുന്നുണ്ട്. ഒന്ന് ബ്ലാസ്റ്റേഴ്സിനാണ് തോൽപ്പിച്ചത്, ഒന്ന് കഴിഞ്ഞ മത്സരത്തിൽ അവർ ഗോവയും തോൽപ്പിക്കുന്നുണ്ട്. അവരുടെ നിരയിലും നമ്മൾ കണ്ടത് ശരിക്കും ഗെയിം പ്ലാൻ ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പന്ത് അതിവേഗത്തിലോ അല്ലെങ്കിൽ വളരെ നന്നായോ, അതായത് ശരിക്കും ഫൊർലാൻ നേടിയ ആ ഗോൾ, പൂനെക്കെതിരായി നേടിയ ഗോൾ എന്ന്, ഫൊർലാൻ അല്ല ഗോൾ നേടിയത്, പക്ഷേ പന്ത് അദ്ദേഹം കൊടുത്ത രീതിയാണ്. കാരണം ഭാവനാസമ്പന്നമായിട്ട് മൈതാനം കണ്ട്, കളിയെ കണ്ട്, കൂട്ടുകാരനെ കണ്ട് പ്ലാൻ ചെയ്ത ഒരു ഗെയിം പോലെ. അതല്ല, നമ്മൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ലോപ്പസ് കൊടുത്ത ഒരു പാസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് ഗോളായില്ല. പക്ഷേ അത്തരത്തിൽ ശരിക്കും എതിരാളിയെ ശരിക്കും കണ്ടുകൊണ്ട്, സ്വന്തം മുൻനിരക്കാരനെ കണ്ടുകൊണ്ട് ശരിക്കും ഭാവനാസമ്പന്നമായി, നമ്മൾ ഭാവന എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഗെയിം പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക്, നമ്മൾ ലോക ഫുട്ബോളിൽ ഏതൊരു മധ്യനിരക്കാരൻ, ഇപ്പം സിനഡിൻ സിഡാനെ പോലെ ഒരു താരം എന്തുകൊണ്ട് ലോകോത്തരനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു തൻ്റെ കൂട്ടുകാർ. അല്ലെങ്കിൽ മെസ്സിയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴൊക്കെ നമ്മൾ പറയാറുള്ള ഒരു കാര്യം, മെസ്സിയുടെ കരുത്ത് ഗോൾ അടിക്കുന്നതില്ല, അതായത് ശരിക്കും മൈതാനം മൊത്തം അദ്ദേഹം തലയിൽ ആവാഹിക്കുന്നുണ്ട്, എന്നിട്ട് കൂട്ടുകാരിലേക്ക് വളരെ എളുപ്പത്തിൽ അദ്ദേഹം പന്തെത്തിക്കുന്നു. ഒരിക്കലും തൻ്റെ കാലിൽ പന്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ഗെയിം പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ വളരെ ശക്തമായിട്ട് ഹോസുവിന് അത് കഴിയും. കാരണം അദ്ദേഹമാണ് ടീമിലെ സീനിയർ, അദ്ദേഹമല്ല, പക്ഷേ യൂറോപ്യൻ ഫുട്ബോളിനെ അറിയുന്ന, കഴിഞ്ഞ സീസണിൽ കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കേരളത്തെ അറിയാം, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ അറിയാം, ISL അറിയാം, ലോക ഫുട്ബോൾ അറിയാം. ഇങ്ങനെയൊക്കെ അറിയുന്ന ഒരാൾ എന്ന നിലയിൽ പ്രിട്ടോ അല്ല ഹോസു പ്രിട്ടോ ആ റോളിലേക്ക് വന്നാൽ, അപ്പം നമുക്ക് ആദ്യ സീസണിൽ നമുക്ക് ഹ്യൂമനെ പോലുള്ളവരൊക്കെ ഈ റോളിലൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിലാണ് നമുക്ക് ഇത്തരം ഒരാളില്ലാതെ വന്നത്. ഈ സീസണിലും അത് തന്നെ സംഭവിക്കുന്ന പക്ഷം അത് അപകടമാണ്. അതുകൊണ്ട് 2ാം മത്സരം മുതൽ തന്നെ വളരെ വ്യക്തമായിട്ട് കോച്ച് കാപ്പല്ലോ ആ ഒരു റോള് ഇദ്ദേഹത്തിന് നൽകി കഴിഞ്ഞാൽ എന്തായാലും അത് റാഫിക്ക് ഗുണം ചെയ്യും, ആന്റോണിയോ ജർമ്മന് ഗുണം ചെയ്യും. അതെ, ഈ ബിനീഷ്, യഥാർത്ഥത്തിൽ ഈ ക്രിയാത്മകമായ നീക്കങ്ങളില്ലാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന മുന്നേറ്റ നിരയാണ് ഒരർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടത്. അത് ഇന്ന് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയ്ക്കെതിരെയാണെങ്കിൽ കുറഞ്ഞ ഒരു 5 ഗോളിനെങ്കിലും കേരളം തൂക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ഈ ജർമ്മനെ സംബന്ധിച്ച് കഴിഞ്ഞ സീസണിൻ്റെ നിഴൽ പോലെയൊക്കെയാണ് അദ്ദേഹത്തെ നിലവിൽ തോന്നുന്നത്. പൊതുവിൽ എങ്ങനെയാണ് കാണാനാവുക? അല്ല, നേരത്തെ പറഞ്ഞതാണ് ശരി. നമ്മൾ ആദ്യത്തെ മാച്ച് വെച്ചിട്ട് ഒരു ടീമിനെ വിലയിരുത്താൻ പറ്റില്ല. അത് ISL പോലുള്ള ഒരു വേദിയിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം എടുത്തു കഴിഞ്ഞാൽ എല്ലാം പുതിയ പ്ലേയേഴ്സാണ്.
അതേസമയത്ത് ATKയുടെ എന്ന് വെച്ചാൽ 3 ISLലും കളിച്ച താരങ്ങളാണ് ആ ടീമിലുള്ളത്. അപ്പോൾ എക്സ്പീരിയൻസ് വൈസ് നോക്കുമ്പോൾ ഇൻ്റർനാഷണൽ ക്യാപ്സ് കുറേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ കളിച്ചിട്ടുണ്ട്, ഹെയ്ത്തിക്ക് കളിച്ചിട്ടുണ്ട്, സ്റ്റാക്ക്, അതുപോലെ മികച്ച താരങ്ങളുണ്ട്. പക്ഷേ ISL എക്സ്പീരിയൻസ്, അതായത് ISL എക്സ്പീരിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ATKൻ്റെ എല്ലാ പ്ലേയേഴ്സും ഒന്നിനൊന്നും മെച്ചാണ്. കാരണം അവർക്ക് ഇവിടുത്തെ വെതർ കണ്ടീഷൻ അറിയാം, ഗ്രൗണ്ട് കണ്ടീഷൻ അറിയാം, ഓഡിയൻസിൻ്റെ എങ്ങനെ പ്രതികരിക്കുന്നത് അറിയാം. ഇതൊക്കെ ഒരു വലിയ ഘടകമാണ് ഫുട്ബോളിൽ. ഒരു രാജ്യത്ത് ഒരു പെട്ടെന്ന് പോയി കളിക്കും, സംഭവം ശരിയാണ്, പ്രൊഫഷണൽ പ്ലേയേഴ്സാണ്, ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിലും അവർ കളിക്കാൻ തയ്യാറാവണം, കളിക്കും. അതൊക്കെയാണ് ഒരു പ്രൊഫഷണൽ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റീസ്. പക്ഷേ ATKയുടെ ഇതെന്ന് വെച്ചാൽ 3 ISLലും കളിച്ച് അവർ എല്ലാവരും ഫോമിലുള്ള പ്ലേയേഴ്സാണ്. ഇവിടെ ആരും ഇൻഫോം ഔട്ട് ഫോം ഇല്ല, എല്ലാം ഫോമിലുള്ള. ഇപ്പം ഒരു പ്ലെയറിനെ എടുത്തു കഴിഞ്ഞാൽ ബോർഹ ഫെർണാണ്ടസ്, അതുപോലത്തെ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു മിഡ്ഫീൽഡറെയാണ് കേരളത്തിന് ആവശ്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്. അതിനെ എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല? ഒരു ടീമായാൽ, ഒരു പ്രൊഫഷണൽ ടീമായാൽ അതിനൊരു മധ്യനിര വേണം. മധ്യനിരയാണ് ഒരു ഫുട്ബോളിൻ്റെ നെടുന്തൂണ്. ഡിഫൻഡർ, ഗോൾ കീപ്പർ എന്നൊക്കെ പറഞ്ഞാലും മധ്യനിരയാണ് ഫുട്ബോളിന് നെടുന്തൂണ്. ഈ പ്രൊഫഷണൽ ടീമിൻ്റെ ഓർഗനൈസേഴ്സിന് ഈ ടീമിനെ ISL വിജയിപ്പിക്കണമെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്ന ഒരാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല? 60,000 പേര് ആർത്ത് വിളിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പല മത്സരങ്ങളും ജയിക്കുന്നതെന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പോയിട്ടുണ്ട്. ഈ തോന്നൽ ഓരോ കേരള ജനങ്ങൾക്കും പ്രേമികൾക്കും ഉള്ള തോന്നൽ എന്തുകൊണ്ട് സംഘാടകർക്ക്, ഇവരെ അത്രയും ഉൾക്കൊള്ളുന്നില്ല? അതാണ് നമ്മളെപ്പോലുള്ള കേരള കാണികൾ, നമ്മളെ എത്ര പാടുപെട്ടിട്ടാണ് ഓരോ ആൾക്കാരുടെ എത്തുന്നത്, എത്ര ആവേശമാണ് ഫുട്ബോളിന് കൊടുക്കുന്നത്. 60,000 ആൾക്കാർ ഇന്ത്യയെ ISLനെ ലോക വ്യൂവേഴ്സിൽ 3ാം സ്ഥാനത്ത് എത്തിച്ചതിൽ വളരെ ഒരു വലിയ പങ്ക് കേരളത്തിൻ്റെതാണ്. അതെ, ഈ യഥാർത്ഥത്തിൽ ഫുട്ബോൾ പാരമ്പര്യം പരിശോധിച്ചാൽ ഈ കേരളത്തിനും കൊൽക്കത്തയ്ക്കും ഇന്ത്യയിൽ തുല്യത ഏറെക്കുറെ അവകാശപ്പെടാനാകും. ആ നിലയ്ക്ക് നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ഇന്ത്യയിലെ ബാഴ്സലോണയാവുകയും ആ തരത്തിലേക്ക് നമുക്ക് എത്താനാവുകയും ചെയ്യുന്നില്ല. ഏറ്റവും നിരാശപ്പെടുത്തുന്നത്, കാരണം കേരളത്തിലെ ആൾക്കാർ പന്ത് കളിക്കാരെ കാണാത്ത ആൾക്കാരല്ല, വളരെ പ്രതിഭാശാലിയായ ഒരു പറ്റം കളിക്കാർ നമ്മളവിടെ കളിച്ചു പോയതാണ്. നിലവിൽ കുറച്ച് പ്ലേയേഴ്സ് കളിക്കുന്നവരുമുണ്ട്. ഇവരെല്ലാം നമ്മളെ ജനങ്ങൾക്കറിയാം, നമ്മുടെ ഓഡിയൻസിനെ അറിയാം, ഫുട്ബോൾ പ്രേമികൾക്കറിയാം. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കേരളത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ജനങ്ങളുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ആരാധകർ ഒരു കളി തോറ്റാലും അങ്ങ് ക്ഷമിക്കും, നല്ല മനോഹരമായി കളിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഒരു ഇംഗ്ലീഷ് ഫുട്ബോളിലോ യൂറോപ്യൻ ഫുട്ബോളിലോ പോയാൽ അവരെ അടിച്ച് തകർക്കും. അവിടെ എത്ര മനോഹരമായി കളിച്ചാലും കളി തോറ്റു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം അങ്ങ് മാറും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എതിർ ടീമിനെ വരെ സപ്പോർട്ട് ചെയ്യും. നല്ല ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണെങ്കിൽ എതിർ ടീമിനെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ കേരളത്തിൽ ഈ ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ട് കളിക്കുന്നതാണ്, അതിൻ്റെതായ ഒരു ചെറിയ ടെൻഷനും അവർ കാണും. അതെ, തീർച്ചയായും. മത്സരം കഴിഞ്ഞിട്ടില്ല, പക്ഷേ മത്സരത്തിന് മുൻപ് തന്നെ ഒരല്പം നിരാശാത്മകമായി ടീമിനെ വിലയിരുത്തുന്നത് ഈ 4 സീസണുകൾ തമ്മിലുള്ളൊരു താരതമ്യം പരിശോധിക്കുമ്പോഴാണ്. കാരണം അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എവിടെ നിൽക്കുന്നു, കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു താരതമ്യം അനിവാര്യമാകുമ്പോഴാണ്. അത്ര മോശം ടീമല്ല നമ്മുടേത്, എങ്കിലും ചില അസ്വാരസ്യങ്ങൾ, ആശങ്കകൾ നിലനിൽക്കുന്നു. അത് ചൂണ്ടിക്കാട്ടുകയായിരുന്നു എന്നുള്ളത് മാത്രം. ശ്രീ കമാൽ വരദൂൾ, വളരെ നിർണായകമായ ചില കാര്യങ്ങൾ കൂടി, പ്രത്യേകിച്ച് ബോക്സിൽ പന്ത് വീണാൽ പതറിയ പ്രതിരോധവുമായി കളിച്ച കഴിഞ്ഞ ടീം, പ്രതിരോധം ഏറെക്കുറെ ആശ്വാസജനകമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതടക്കം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. താങ്കളുടെ അഭിപ്രായം അക്കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ജർമ്മനെ നമ്മൾ കാണേണ്ടത്. കാരണം എനിക്ക് പലപ്പോഴും അദ്ദേഹത്തെ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇത്രമാത്രം ഒഴുകി കളിക്കുന്ന, കാരണം അദ്ദേഹത്തിന് ഫ്രീ പൊസിഷൻ കൊടുത്താൽ മതി, ഒരു പ്രത്യേക വിങ്ങോ പ്രത്യേക റോളോ കൊടുക്കാതെ അദ്ദേഹത്തിന് മൈതാനത്ത് സ്വതന്ത്രമായിട്ട് വിഹരിക്കാനുള്ള ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ മുന്നേറാൻ കഴിയും. അങ്ങനെയുള്ള ഇപ്പോൾ റാഫിയിലേക്ക് നമ്മൾ വരുമ്പോൾ റാഫിയുടെ പ്ലസ് എന്ന് പറയുന്നത് എയറാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ സീസണിൽ 4 ഗോളുകൾ നേടിയിട്ടുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായ ഗോളുകളാണ്. അദ്ദേഹത്തിന് എയറിലേക്ക് പന്ത് കൊടുക്കുക. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, നല്ലൊരു ഫ്ലിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് റാഫി പന്ത് കിട്ടാതെ ഉഴലുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ശരിക്കും താരങ്ങൾക്ക് അവരിഷ്ടപ്പെടുന്ന പൊസിഷനുകളും അവരിഷ്ടപ്പെടുന്ന റോളും നൽകുക, അതായത് 2ാമത്തെ മത്സരമാണ്, ഒരു പരീക്ഷണം എന്ന രീതിയിൽ അത് നൽകിക്കഴിഞ്ഞാൽ അതായിരിക്കും ഇന്നത്തെ ക്യാപ്പലോ അല്ലെങ്കിൽ കോച്ചിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല നീക്കം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിനീഷ്, യഥാർത്ഥത്തിൽ താരങ്ങൾക്ക് കംഫർട്ടബിളായ പൊസിഷനുകളിൽ കളിക്കുക എന്നുള്ളതാണ്. അത്
വലിയ ഔട്ട്പുട്ട് ഉണ്ടാക്കും റിസൾട്ടിൽ എന്നാണ് ശ്രീ കമാൽ വരദൂർ പറയുന്നത്. വലിയ ഒരളവോളം സത്യവുമാണത്. ആ ടാക്ടിക്സ് ആണോ നിലവിൽ ഈ ഫോർമാറ്റിൽ 3-5-2 എന്നതിലൂടെ? വളരെ ശരിയാണ് പറഞ്ഞത്. കാരണം നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ഫുട്ബോളായാലും ക്ലബ് ഫുട്ബോൾ നമ്മൾ ഇവിടുത്തെ അല്ല വെളിയിലത്തെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ ഫേവറേറ്റ് പൊസിഷനിൽ മാത്രമേ കളിക്കുകയുള്ളൂ. ആ ക്ലബ്ബ് അവരെ ഓരോ പ്ലെയറിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ആ ഫേവറേറ്റ് പ്ലെയറിനെ മാത്രമേ അവർ കൊണ്ടുവരുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ ടീമിൽ ഇപ്പം ജിങ്കാൻ റൈറ്റിലേക്ക് വരുന്നു. ജിങ്കാൻ എനിക്ക് തോന്നുന്നു സ്റ്റോപ്പർ കളിക്കാൻ താല്പര്യപ്പെടുന്ന പ്ലെയറാണ്. പക്ഷേ ഇന്ന് 3 ഡിഫൻഡേഴ്സ് ആയതുകൊണ്ട് ഒരു സ്റ്റോപ്പർ കം ഫുൾ ബാക്ക് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. കാരണം 3 ബാക്കാണ്, 5 മിഡ്ഫീൽഡ്. കുറച്ച് അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ഹോസുവിനെ ഒരു ഫ്രീ മിഡ്ഫീൽഡറായിട്ട് വിടാനായിരിക്കും സാധ്യത. 5-ൽ കുറച്ച് ഫ്രീ ആയിട്ട് അതിൻ്റെ മുന്നിൽ തൊട്ട് മുന്നിൽ ജർമ്മനെ കളിപ്പിക്കും. ഈ നേരത്തെ പറഞ്ഞ പോലെ കമാൽ സാർ പറഞ്ഞ മാതിരി ജർമ്മനിയും കൂടി കുറച്ച് ഫ്രീ റോള് കൊടുത്തിട്ട് ഒരു ലോൺലി സ്ട്രൈക്കറായിട്ട് നാസോണിനെ കളിപ്പിക്കും. അതായിരിക്കാം പ്ലാന്. ഒന്നും കൂടി ഒരു അറ്റാക്കിന് ഇത് കൊടുക്കുന്നു. അത് ഈ 60,000-ൻ്റെ പിന്തുണേനെ നമ്മൾ അറ്റാക്കിലേക്ക് മാറ്റുകയാണ്. 3 ഡിഫൻഡേഴ്സിനെ ഇട്ട് അതിന് മുന്നിൽ 5 ഫോർവേഡിന്. റഫീഖിന് ഇന്നൊരു ചാൻസ് ഉണ്ട്. ഈസ്റ്റ് ബംഗാൾ കൊൽക്കത്തക്ക് വിന്നിങ് ഗോൾ അടിച്ച് വളരെ ഫാസ്റ്റായ ഒരു പ്ലെയറാണ്, അഗ്രസീവായ ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിന് വിങ്ങിൽ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കേരളത്തിനെതിരെ ഫൈനലിൽ ഗോൾ നേടിയ ഇടത് വിങ്ങിൽ, അതായത് ഹെങ്ബർത്തും ജിങ്കാനും വന്ന് അവർ രണ്ടുപേരും തെളിയിച്ച പ്ലേയേഴ്സാണ്. ലെഫ്റ്റിൽ വരുന്നത് ചൗധരിയാണ്. ചൗധരിക്ക് എക്സ്ട്രാ ഡ്യൂട്ടി ആയിരിക്കും. സെമിക് ഡ്യൂട്ടീനെ പോലെയുള്ള ഒരു പ്ലെയറിനെ പിടിച്ചു നിർത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ വിങ്ങിൽ കളിക്കുന്ന മിഡ്ഫീൽഡർക്കും ഒരു ഹെൽപ്പ് വേണ്ടി വരും, ചൗധരിക്ക് കൊടുക്കേണ്ടി വരും. എല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു അറ്റാക്കിംഗ് ഫോർമുലയാണ് ഇന്ന് ഇട്ടേക്കുന്നത്. മറുവശത്ത് 4-4-2-ലാണ് എതിർ ടീം കളിക്കുന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡ് കഴിഞ്ഞ മത്സരത്തിൽ മിഡ്ഫീൽഡിൽ എന്തു സംഭവിച്ചോ അത് തിരിച്ചു പിടിക്കാനുള്ള സ്റ്റീവ് കോപ്പലിൻ്റെ ഒരു തന്ത്രമാണ് 5 മിഡ്ഫീൽഡേഴ്സിനെ ഇട്ടേക്കുന്നത്. എന്തായാലും ഇന്ന് സ്റ്റീവ് കോപ്പലൊപ്പം ഹോസെ മൊളിനോ ഇവരുടെ തന്ത്രങ്ങളുടെ വിജയം കൂടിയാകും കൊച്ചിയിൽ നിന്ന് നമുക്ക് കാണാനാവുക. അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ മറികടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ പുതിയ ചരിത്രം രചിക്കും എന്നും പ്രതീക്ഷിക്കാം.